ഈ വൈകിട്ടത്തെ സെഷനോടുകൂടി നാളെ ഒരു സെഷനോടുകൂടി എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനകത്താൽ താല്പര്യപ്പെടുന്നതായിട്ടുള്ള സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കുവാനോ സമ്പാദിക്കാനോ സമയമുണ്ട്. നിരവധി ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. ദയവായിട്ട് നിങ്ങൾ പേപ്പറിൽ എഴുതിയിട്ട് ഇന്ന് വൈകിട്ട് തന്നെ എത്തിക്കാമെങ്കിൽ നന്നായിരിക്കും. അങ്ങനെയാണ് നാളെ രാവിലെ നമുക്ക് ആ ചോദ്യങ്ങൾക്കെല്ലാം സമയം കിട്ടുമ്പോൾ അത് നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാതെ പോകരുത്, എന്തെങ്കിലും ആവശ്യമുണ്ട് പറയാതെ പോകരുത്. നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ് കർത്താവിനെ സഹായിക്കുന്നത്. രാവിലെ നമ്മൾ ചിന്തിച്ചത് ഭൂതകാല ദൈവരാജ്യത്തിന്റെ കുറിച്ചും വർത്തമാനകാല ദൈവരാജ്യത്തെ കുറിച്ചും ഭാവികാല ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യരാജ്യ സ്വർഗരാജ്യത്തെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചത്. ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും രാജ്യം എന്ന രീതിയിലും പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ നിരവധിയാണ്. ഇതിൽ പ്രധാനമായിട്ടും സ്വർഗരാജ്യം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് 31 പ്രാവശ്യമാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 31 പ്രാവശ്യമാണ് ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന് രേഖപ്പെടുത്തിയത്. മത്തായി സുവിശേഷത്തിൽ മാത്രമേ സുവിശേഷങ്ങളിൽ സ്വർഗരാജ്യം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് വേദ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിരിക്കുന്നത് ദിവ്യനാമമായിരിക്കുന്ന ദൈവത്തിന്റെ നാമം എടുക്കുവാൻ ഇസ്രായേലിന് പേടിയാണ്. നമ്മളെ പോലെ ദൈവം എന്ന് അവർ പറയത്തില്ല, യഹോവ എന്ന് പറയാൻ വളരെ ഭയപ്പാടുണ്ട്. അതുകൊണ്ട് അത് ദിവ്യനാമമായതുകൊണ്ട് എടുക്കാത്തതുകൊണ്ടാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗരാജ്യം എന്ന പദം വിശുദ്ധ മത്തായി സുവിശേഷം എഴുതിയപ്പോൾ എഴുതിയെന്നാണ് പ്രഗത്ഭന്മാരായിരിക്കുന്ന പല പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിനോട് യോജിപ്പുള്ള അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഞാനും അങ്ങനെയൊക്കെയാണ് ധരിച്ചു വെക്കുന്നത്, അതായിരിക്കാം എന്നുള്ളതായിരുന്നു. എന്നാൽ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം കൂടാതെ തന്നെ ദൈവരാജ്യം എന്ന് മത്തായി സുവിശേഷം 12-26, മത്തായി 19-24, 21-31 എന്ന ഭാഗങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ദൈവരാജ്യം എന്ന് 59 പ്രാവശ്യമാണ് പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവർ ദൈവരാജ്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവർ ദൈവരാജ്യത്തെക്കുറിച്ച്, യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കുറവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് സഭയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്കാണ് അവിടെ മുന്നിൽ കൊടുത്തിരിക്കുന്നത്. മത്തായി, മർക്കോസും ലൂക്കോസും ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് മത്തായി മാത്രമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലേഖനങ്ങളിൽ ദൈവരാജ്യം എന്ന് പറയുന്ന സ്വർഗരാജ്യം എന്ന് പറയുന്ന 31, പുതിയ നിയമത്തിൽ ലേഖനത്തിൽ കൂടി 32 പ്രാവശ്യവും ദൈവരാജ്യമെന്ന് ദൈവത്തിൽ രേഖപ്പെടുത്തുന്ന 59 പ്രാവശ്യവുമാണെങ്കിൽ രാജ്യം അല്ലെങ്കിൽ പിതാവിന്റെ രാജ്യം, രാജ്യത്തിന്റെ എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തുന്ന 34 പ്രാവശ്യമാണ്. അങ്ങനെ ഇത്രയും പ്രാവശ്യം ദൈവരാജ്യം, സ്വർഗരാജ്യം, രാജ്യത്തിന്റെ സുവിശേഷം, രാജ്യത്തിന്റെ വചനം, നല്ല വിധത്തിലായിട്ട് പുത്രന്മാർ, മൈശൂറിന്റെ ദൂതന്മാരെയൊക്കെ അവരുടെ രാജ്യത്തിൽ നിന്ന് ഇതിന് നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കണം. ദൈവത്തിനോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഭൂതകാല ദൈവരാജ്യത്തോട് ബന്ധത്തിലാണോ, വർത്തമാനകാല ദൈവരാജ്യത്തോട് ബന്ധത്തിലാണോ, ഭാവികാല ദൈവരാജ്യത്തോട് ബന്ധത്തിലാണോ, അത് നിത്യകാല ബന്ധത്തോടാണോ എന്നുള്ളത് സുദീർഘമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ദൈവനാമമായിരിക്കും ദൈവനാമം എടുക്കാതെ സ്വർഗരാജ്യം എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് എന്തുകൊണ്ടാണ് ഈ സുവിശേഷം അയക്കുന്ന മത്തായി തന്നെ ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് അതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് പൂർണ്ണതയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അതായത് സുവിശേഷത്തിൽ മുഴുവനും സ്വർഗരാജ്യം എന്നാ പറഞ്ഞിരുന്നെങ്കിൽ ഒരു വിഷമം കൂടാതെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തേനെ അങ്ങനെയാണെന്നുള്ളത്. എന്നാൽ അങ്ങനെ അല്ലാതെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യമാണ്. ഞാനത് തെളിവായിട്ട് ചില വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷത്തിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മത്തായി സുവിശേഷം 12-26 വാക്യം പറഞ്ഞ്, ദൈവാത്മാവ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. മത്തായി സുവിശേഷം 19-24 ധനവാൻ ദൈവരാജ്യത്ത് കടക്കുന്നതിനേക്കാൾ 21-31 ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്ത് കടക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ള മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവർ സ്വർഗരാജ്യം എന്ന് പറയാതെ ദൈവരാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ഒരൊറ്റ ഭാഗത്ത് മാത്രമേ ഈ സ്വർഗരാജ്യം എന്നുള്ള രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 18-ാം വാക്യം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് സ്വർഗരാജ്യം എന്ന് പുതിയ
കർത്താവോ എന്റെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി എന്നെയും രക്ഷിക്കും. ഇവിടെ ദൈവരാജ്യം എന്ന് പറഞ്ഞില്ല, സ്വർഗരാജ്യം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വിഷയം എടുക്കുമ്പോൾ അത് ആധികാരികമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഏതെങ്കിലും ഒരു 1-2 ഭാഗം എടുത്ത് മാത്രം പോരാ. എല്ലാ വചനങ്ങളെയും എവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നതെല്ലാം കോർത്തിണക്കി നാം ചിന്തിച്ച് പഠിച്ചെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണകൾ കിട്ടുകയുള്ളൂ. അതല്ലാതെ ചില വാക്യങ്ങളെടുത്ത് ഒറ്റ വാക്യങ്ങളെടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ നാം പറഞ്ഞല്ലോ, ഈ തിമോഥെയോസ് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ ദൈവരാജ്യത്തിനായി സൂക്ഷിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്നെ പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ രാജ്യത്തിനായി സൂക്ഷിക്കും. അപ്പോൾ ദൈവരാജ്യം എന്നുള്ളത് ലോകസ്ഥാപനം മുതൽ ഒടുക്കത്തെ നാൾ വരെയാണ് ദൈവരാജ്യം നിലനിൽക്കുന്നെങ്കിൽ ദൈവരാജ്യത്തോടുകൂടെ പാറല്ലാട്ട് തന്നെയാണ് സ്വർഗരാജ്യമുള്ളത്. എന്നാൽ സ്വർഗരാജ്യത്തിന് പ്രത്യേകം എന്ന് പറയുമ്പോൾ അത് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൽ അത് നിറവേറപ്പെടുന്നില്ല, സ്വർഗരാജ്യത്തിൽ നിറവേറപ്പെടുന്നു എന്നാണ് നാം ചിന്തിച്ചത്. അപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ മരണമുണ്ട്, പാപമുണ്ട്, ദുഃഖമുണ്ട്. ഇവിടെ ദുഷ്ടം വസിക്കുന്ന, അനീതി വസിക്കുന്ന ഈ ആകാശ ഭൂമി, ഈ കോസ്മോസ് എന്ന് പറയും. കോസ്മോസ് എന്ന് പറഞ്ഞാൽ, കോസ്മോസ് എന്നതിന്റെ അർത്ഥം ആകാശവും ഭൂമി ഉൾപ്പെടുന്നതാണ് കോസ്മോസ് എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അനീതി വസിക്കുന്നതാണ്. അനീതി വസിക്കുന്നിടത്ത് പൂർണ്ണമായിരിക്കുന്ന സ്വർഗരാജ്യം വെളിപ്പെടുവാൻ സാധിക്കത്തില്ല. എന്നാൽ സ്വർഗരാജ്യം വെളിപ്പെടുന്നത് എപ്പോഴെന്നുള്ളത് മനസ്സിലാക്കി പിതാവാം ദൈവത്തിന് പുത്രനായ ദൈവം തന്റെ പിതാവിന് ഇഷ്ടമായിരിക്കുന്ന വിശുദ്ധീകരണം തികച്ചെടുത്തു. മനുഷ്യവംശത്തിന്റെ പാപത്തിന്റെ പരിഹാരമായ വിശുദ്ധീകരണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ മനുഷ്യപാപത്തിന് ശുദ്ധീകരണം നിവർത്തിച്ച ശേഷമായി ദൈവത്തിന് ഇഷ്ടമാണ് ദുഷ്ടനെ സകലവും നിർമ്മാർജ്ജനം ചെയ്ത് മണ്ണത്തെ നീക്കി യഥാർത്ഥമായി ദൈവം എന്താണോ ഉദ്ദേശിച്ചത് അത് നിവർത്തിയിരിക്കപ്പെടുക എന്നുള്ള ദൗത്യമാണ് തന്റെ പുത്രനെ ദൈവം പരമേൽപ്പിച്ചത്. അത് ഒന്നാമത്തെ വരവിൽ ആ ദൗത്യം പൂർത്തീകരിച്ചിട്ട് പരിശുദ്ധാത്മാവ് ദൈവരാജ്യം ഇപ്പോഴത്തെ വർത്തമാനകാലത്തിൽ ശക്തിയാൽ വ്യാപരിച്ചുകൊണ്ട് സകല രാജ്യങ്ങളിലും മനുഷ്യൻ എവിടെയെല്ലാം ഉണ്ടോ, ആകാശത്തിന് കീഴിൽ എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം ഈ ശക്തിയാൽ ദൈവരാജ്യം ശക്തിയോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്, അതാണ് ദൈവസഭയുടെ ഊർജമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ദൈവസഭ സുവിശേഷത്താലാണ് സ്ഥാപിതമാക്കപ്പെട്ടിരിക്കുന്നത്. സുവിശേഷം എന്നുള്ളത് ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. ദൈവരാജ്യവും സുവിശേഷം തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യത്തിൽ എല്ലാ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നു, സ്വർഗരാജ്യത്തിൽ ഉൾപ്പെടുന്നു. ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നത് ജീവനോടുള്ളവരാണ്. എന്നാൽ സ്വർഗരാജ്യത്തിലുള്ളത് ജീവനോടിരിക്കുന്നവരും അതുപോലെ തന്നെ മരിച്ചു പോയവരും ഉൾപ്പെടുന്നതാണ് സ്വർഗരാജ്യം. അവരെ സൂക്ഷിച്ചുണ്ട് ദൈവം. അവിടെ ജീവിക്കുന്ന വർത്തമാനകാലത്തിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ മാത്രമല്ല, മറയപ്പെട്ടിരിക്കുന്നവരും സ്വർഗരാജ്യത്തിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ ദൈവരാജ്യത്തിന്റെ ഭാഗമല്ല. അപ്പോൾ ദൈവരാജ്യത്തിലും സ്വർഗരാജ്യത്തിലും ഉൾപ്പെടുന്നതാണ് ദൈവസഭ. എന്നാൽ എന്നാൽ സ്വർഗരാജ്യത്തിലുള്ള എല്ലാവരും ദൈവസഭയിലുള്ളവരല്ല എന്ന് പറയാൻ പറയാം. ദൈവരാജ്യത്തിലും സ്വർഗരാജ്യത്തിലും ഉൾപ്പെടുന്നതാണ് ദൈവസഭ. എന്നാൽ ദൈവസഭയിൽ ദൈവരാജ്യത്തിലും സ്വർഗരാജ്യത്തിലുള്ള എല്ലാവരും ഉൾപ്പെടുന്നില്ല. തെളിവ് നമുക്കറിയാം. ദൈവസഭ എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയാണ്. അതിനകത്ത് പഴയ വിശുദ്ധന്മാർ വരുന്നില്ല. പഴയ വിശുദ്ധന്മാരായിരിക്കുന്ന അബ്രഹാം ഉൾപ്പെടെയുള്ളവരാരും അവർ ദൈവരാജ്യത്തിന്റെയും സ്വർഗരാജ്യത്തിന്റെയും ഭാഗമാണെങ്കിലും പുതിയ നിയമസഭയുടെ ഭാഗമാകുന്നില്ല. ആണോ? അല്ല. അപ്പോൾ അത് വ്യത്യസ്തതയുള്ളൂ. ദൈവരാജ്യം സ്വർഗരാജ്യത്തിൽ എല്ലാ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നു. എന്നാൽ ദൈവരാജ്യത്തിലും സ്വർഗരാജ്യത്തിലും ഉള്ളവരെല്ലാവരും എവിടെയില്ല? ബാക്കി പറഞ്ഞു, എവിടെയില്ല? ദൈവസഭയ്ക്കകത്തില്ല. അത് മനസ്സിലായോ? ദൈവരാജ്യത്തിലും സ്വർഗരാജ്യത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു? അവര് ദൈവസഭയിൽ അവര് ഇത് ദൈവസഭയിൽ ഉൾപ്പെടുന്നതാണെങ്കിലും ദൈവസഭയ്ക്കകത്ത് എല്ലാ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നില്ല. പഴയ വിശുദ്ധന്മാർ ഉൾപ്പെടുന്നില്ല. സഹസ്രാബ്ദ കാഴ്ചയിലെ വിശുദ്ധന്മാർ ഉൾപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ദൈവസഭ എന്നുള്ളത് പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയാണ് ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാനുള്ള ഭാഗ്യം മനുഷ്യർക്ക് തന്നിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ ദൈവസഭയില്ല. 1000 ആണ്ട് വാഴ്ചയിൽ ഭാവികാല ശക്തിയോടും തേജസ്സോടും പ്രത്യക്ഷപ്പെടുന്ന ദൈവരാജ്യം ഉണ്ടായിരിക്കും. അവിടെ ദൈവസഭയില്ല. കാരണം അന്ന് മണവാട്ടി സഭയെ ശേഖരിക്കേണ്ട ആവശ്യം, തോഴിമാർ ആവശ്യമില്ല. എന്നാൽ അവിടെ ഉള്ളത് ഒറ്റ മാത്രമേ ഉള്ളൂ. 30 മേനിയാകുന്ന ജീവൻ നിത്യജീവയോഗ്യരായിരിക്കുന്ന നിത്യജീവയോഗ്യരാക്കുന്ന മാത്രമാണ് അവിടെ ശേഖരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ ശ്രദ്ധിക്കണം. ദൈവരാജ്യം എന്നുള്ളത് ലോകസ്ഥാപനം മുതൽ ഒടുക്കത്തെ നാൾ വരെ ഉള്ളതാണ്.
സ്വർഗരാജ്യം എന്നുള്ളത് ദൈവരാജ്യം മുതൽ അത് ലോകസ്ഥാപനം മുതൽ ആരംഭിച്ചിട്ട് അത് പുതുവാന ഭൂമിയിൽ അത് എത്തിച്ചേരുവാനുള്ളതാണ് സ്വർഗരാജ്യം. അതിനാണ് പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുന്ന പാപത്തെ മരണത്തിൽ എല്ലാം നീക്കിയിട്ട് വിശദീകരിച്ചിട്ട് പിതാവാം ദൈവത്തിന് ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമെന്നുള്ള പ്രാർത്ഥന പൂർത്തീകരിക്കാൻ വേണ്ടി സകലത്തെയും മാറ്റി മരണമാകുന്ന സാത്താനെയും എന്നേക്കും നിത്യനേകാക്കളിട്ട് ഗോകുമാർഗവും യുദ്ധം കഴിഞ്ഞിട്ടാണ് ഈ ദൈവമായ കർത്താവ് യേശു ക്രിസ്തു അവൻ പിതാവാം ദൈവത്തെ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുന്നത്. എന്നിലേക്ക് മാറ്റുന്നത് അവൻ സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തും. നമുക്കറിയാം ആകാശത്തിൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേണ്ട ശക്തിയുണ്ട്. വാഴ്ച എന്ന് പറയുമ്പോൾ ഭൂലോകത്തിൽ വാഴ്ചയുണ്ട്, പൈശാചിക വാഴ്ചയുണ്ട്, സാത്താനിക വാഴ്ചയുണ്ട്. അതുപോലെ അധോലോകത്തിന്റെ മണ്ണത്തിന്റെ ശക്തിയുണ്ട്. അപ്പോൾ സാത്താന്റെ മണ്ണത്തിന്റെ ശക്തിയെയും അവന്റെ വാഴ്ചയെയും അവന്റെ അനുസരണക്കേടിനെയും നീക്കിയിട്ടാണ് ദൈവം പിതാവാം ദൈവത്തെ രാജ്യമേ ദൈവനാണ് നമുക്ക് നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ സകല അനുസരണക്കേടിന് അവൻ എന്ത് ചെയ്യും? നീക്കം വരുത്തും എന്ന് പറയും. അപ്പോൾ നമ്മുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, ദൈവസഭ അനുസരണത്തിലേക്ക് തികഞ്ഞു വരുമ്പോഴാണ് സകല അനുസരണക്കേടിനും നീക്കം വരുത്തുന്നത്. അപ്പോൾ തികഞ്ഞ അനുസരണമുള്ളവരായി യേശു ക്രിസ്തു ഭയഭക്തി മുഖാന്തരമായി തികഞ്ഞ അനുസരണത്തോടെ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ അനുസരണമുള്ളവനായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് പിതാവാം ദൈവത്തിന് ഗീതം നിറവേർപ്പെടുവാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ദിവസങ്ങളിൽ കർത്താവ് വരാൻ താമസിക്കുന്നത് നമ്മുടെ അനുസരണം തികഞ്ഞു വരാത്തത് കൊണ്ടാണ്. നാം ഇപ്പോഴും അനുസരണത്തിന്റെ കീഴ്പ്പ് വരുന്നില്ല, തികവിലേക്ക് എത്തുന്നില്ല. എന്നാണോ ഈ തികവാകുന്ന അനുസരണം പഠിച്ച് തികയുന്നവരുടെ എണ്ണം തികയുന്നത് അന്ന് കാഹളം മൂടി കർത്താവ് വരും. അതുവരെയും ഈ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും, ശക്തിയുടെ സുവിശേഷം വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്വർഗരാജ്യം എന്നുള്ളത് 31 പ്രാവശ്യം മത്തായി എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ട് ഒരു പ്രാവശ്യം 1 തിമോഥെയോസ് ലേഖനത്തിൽ രേഖപ്പെടുത്തി അത് മാറ്റിയതിനു ശേഷമായി ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിൽ വ്യത്യസ്തമായി ഒരുമിച്ച് പറയാതെ രാജ്യത്തിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ രാജ്യത്തിന്റെ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ എന്ന് പറഞ്ഞ് അതിനെ ഒരുമിച്ച് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ നാം ചിന്തിച്ചുള്ള ബന്ധത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിനുള്ള സംശയം ചോദിക്കാനുള്ള അവസരമുണ്ട്. അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അതിന് യാതൊരു കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ദൈവരാജ്യം എന്നാൽ എന്താണ്? അതിന് ഒരു കാലമുണ്ട്. അത് ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യമാണ്. അത് അവസാനിക്കുന്ന ഒടുക്കത്തോടുകൂടി ദൈവരാജ്യം അവസാനിക്കും. എന്നാൽ സ്വർഗരാജ്യം എന്നുള്ളത് അന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണെങ്കിലും അത് സൂക്ഷിക്കപ്പെടുന്നതാണ്. അതിനകത്ത് മരിച്ചുപോയ വിശുദ്ധമായി ഉൾപ്പെടുന്നു. അങ്ങനെ സൂക്ഷിക്കപ്പെട്ട എല്ലാവരെയും പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടാണ് രക്ഷിച്ചിട്ടാണ് സ്വർഗീയ രാജ്യം പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിച്ച് പിതാവിന് പരമേൽപ്പിക്കുന്നത്. ഇങ്ങനെ സ്വർഗരാജ്യമാണ് നിത്യയുഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ. അവിടെ പിതാവിന് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അവിടെ പാപമില്ല, മരണമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, സകലവും പുതുതാക്കുന്നതിനെ കുറിച്ച് നാം രാവിലെ ചിന്തിപ്പാടേണ്ടത്. ഇത് രാത്രിയിൽ തുടർന്ന് നാം ചിന്തിക്കുന്നത് അതിന്റെ 2ാം ഭാഗമായിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ എന്നുള്ള വിഷയമാണ്. എന്താണ് ദൈവരാജ്യത്തിന്റെ മർമ്മം? ഇതുവരെ നാം ചിന്തിച്ചത് വ്യത്യസ്തമായി നാം ഇതുവരെ ചിന്തിച്ചത് ആമുഖമായിരുന്നു. എന്താണ് ദൈവരാജ്യം, എന്താണ് സ്വർഗരാജ്യം, എന്താണ് ദൈവസഭ എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചതെങ്കിൽ ആമുഖം കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ എന്നുള്ളതാണ്. എന്താണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ എന്തിരിക്കുന്നു? വരം ലഭിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടത്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ അത് ഞാനൊരു ഭാഗം വായിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കും. അതോടുകൂടി എന്താണ് ദൈവരാജ്യത്തിന്റെ മർമ്മം എന്നുള്ളത് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം മുഴുവൻ എടുത്ത് വായിച്ചു നോക്കിയാൽ കിട്ടത്തില്ല. എന്നാൽ ആ ഒരു ഭാഗം മാത്രം വായിച്ച് നമ്മളതിനെ ചിന്തിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ഇവിടെ അതിനാധാരമായി 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും, ആശിക്കുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതിയിരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം
സമ്മതമണ്ണം വലിയതാകും. നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എന്താ ദൈവരാജ്യം ഇരിക്കുന്നത്? ദൈവരാജ്യം പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 കാര്യങ്ങളാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ. 6 കാര്യങ്ങളാണ്, 6 വിഷയങ്ങളാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ. അതിന് ആധാരമായി നമ്മൾ ചിന്തിക്കുന്നത് ദൈവഭക്തിയുടെ മർമ്മം. ദൈവഭക്തി എന്ന് പറയുമ്പോൾ ജ്ഞാനമാണ്. ദൈവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. The fear of the Lord is the beginning of wisdom എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Fear of the Lord. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം തന്റെ മകനെ യാഗം നടത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വാസ്തവമായി എന്ത് ചെയ്യുന്നു? എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമാനിക്കുക. എന്നതിന്റെ അർത്ഥം നിനക്ക് എന്നെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടോ. The fear of the Lord എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞത് ദൈവജ്ഞാനം മനസ്സിലാക്കുക, ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ മകനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ ലോകത്തിന് ജ്ഞാനമുള്ള ആരും ചെയ്യാൻ പോകത്തില്ല. ദൈവത്തിന് ഉള്ള മകനെ പ്രാർത്ഥിച്ച് വേറെ കിട്ടിയതാ. അവനെ യാഗം നടത്തിക്കാൻ പറഞ്ഞപ്പോൾ ആരാണെങ്കിലും ലോകത്തിന് ജ്ഞാനമുള്ള ഒരാൾ പോലും എന്ത് ചെയ്തില്ല എന്ന് പരവാശ ചിന്തിച്ചത്. പക്ഷേ ദൈവജ്ഞാനമുണ്ടായിരുന്ന യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അപ്പോൾ ദൈവഭയമുണ്ടായ, ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമില് ദൈവജ്ഞാനമുണ്ടായിരുന്നു. ആ ജ്ഞാനം അവനെ ധൈര്യമുള്ളവനാക്കി തീർത്തു. അവന് മനസ്സിലായി ഇവൻ മരിച്ചാലും ഇവനെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നുള്ള ജ്ഞാനം അവനുണ്ട്. അതാണ് തീർപ്പതോ. ദൈവപ്പെട്ടവരെ, ജീവിതത്തിൽ തിരിച്ചറിയുക വരും, നാം ഉദ്ദേശിച്ച് നടക്കാതെ പോകും. പക്ഷേ അപ്പോൾ സമയത്ത് ദൈവജ്ഞാനമുള്ള ദൈവത്തെ ഭയപ്പെടുന്നത് തുരുങ്ങി പോകത്തില്ല. അവിടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ അവരാരും തകർന്നു പോകത്തില്ല. കാരണം പ്രതിസന്ധികൾ ഐശ്വര്യത്തിന്റെ അനുഗ്രഹത്തിന്റെ വഴി തുറക്കപ്പെടുകയാണ്. നാം വിചാരിക്കും അബ്രഹാമിനെ പരീക്ഷിക്കുമ്പോൾ ഇത്രമാത്രം പരീക്ഷ കൊടുക്കാമോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾ, തകർച്ചകൾ പലപ്പോഴും നമ്മുടെ പ്ലാനുകൾ അട്ടിമറിക്കപ്പെടുന്നത് തകർച്ച കളയുന്നത് ഒരിക്കലും നിരാശപ്പെടുവാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മുടെ വിശ്വാസം എത്രയുണ്ട്, നാം ദൈവജ്ഞാനമുള്ളവരാണോ എന്ന് പറഞ്ഞാൽ ദൈവഭയമുള്ളവരാണോ എന്ന് അറിയാൻ വേണ്ടിയാ ദൈവം അയച്ചു തരുന്നത്. കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താൽ ഈ ജ്ഞാനം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. എന്ത് വന്നാലും കുരുങ്ങി പോകരുത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാണ് ദാനിയേലിനൊക്കെ സിംഹക്കുഴിയിട്ടപ്പോൾ ഉറച്ച ദൈവഭയം ഉണ്ടായിരുന്നു, ദൈവജ്ഞാനം ഉണ്ടായിരുന്നു. ഇതിനകത്ത് സിംഹം എന്നെ കടിച്ചു നിന്നാലും ഇവിടെ കൊണ്ട് ഞാൻ തീർന്നു പോകത്തില്ലെന്നുള്ള ജ്ഞാനം അവരുണ്ടായിരുന്നു. ശത്രുക്കളെ ശകവേദൂവിനെ പിടിച്ചുകെട്ടി തിരിയുടെ മുമ്പിൽ കൊണ്ടുപോയി അവരെ ഇടാനുള്ള സമയത്ത് അവർക്കും ദൈവഭയം ഉണ്ടായിരുന്നു, ദൈവഭക്തി ഉണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു ഈ അഗ്നിക്ക് ഞങ്ങളെ ദഹിപ്പിക്കാൻ കഴിയത്തില്ലെന്നുള്ള ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. അപ്പൊ ദൈവഭയമുള്ളവർക്ക് ദൈവജ്ഞാനമുണ്ട്. ഇവിടെ പുതിയ ദൈവം ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമണ്ണം വലിയതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവിക ജ്ഞാനത്തിന്റെ മർമ്മം വലിയതാണ്. അപ്പോൾ ദൈവജ്ഞാനം എന്താണ്? അത് ലോകത്തിന് പ്രഭുക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അതേക്കുറിച്ചാണ്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവരാരും തേജസ്സിന്റെ ക്രിസ്തുവിനെ ക്രൂശിക്കത്തില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിക്കണം. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഇതേക്കുറിച്ചാണ് സവിസ്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ജ്ഞാനം? ലോകത്തിന്റെ ജ്ഞാനം എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സുവിശേഷം പറയുമ്പോൾ പലരും വിചാരിക്കും ഇത് എത്ര മോശത്വമാണെന്ന്, അല്ലേ? അങ്ങനെ വിചാരിക്കും ഇതിനകത്ത് എന്താ കാര്യമിരിക്കുന്നത്? പണ്ടൊരാള് അവരെ ക്രൂശിക്കുന്നത് കൊണ്ട് എനിക്കെന്താ പ്രയോജനമെന്നാണ് ലോകം ചോദിക്കുന്നത്. ലോകത്തിന്റെ ജ്ഞാനം അതാ, അല്ലേ? പണ്ടൊരാൾ മരിച്ചത് പേരിൽ എനിക്കെന്താ പ്രയോജനമെന്ന് ചോദിക്കും, ഇല്ല? ശരിയല്ലേ? 2000 വർഷം മുമ്പ് യേശുവിനെ കാൽവരിയിൽ തൂക്കിക്കൊണ്ടു അങ്ങനെ എത്രയോ പേരെ കൊന്നിട്ടുണ്ട്. അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നെന്തിനാ പ്രസംഗിക്കുന്നത്? അതുമുഖാന്തരം എന്താണ് മനുഷ്യ വംശത്തിൽ ഉണ്ടാകുന്നുള്ള ജ്ഞാനം അവർക്ക് ചോദിക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ ഇപ്രകാരം മുഴുവൻ വായിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 18-ാം വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തിയുമാണ്. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. ഇപ്പോൾ ജ്ഞാനികൾ എന്ന് വിചാരിച്ചിരുന്ന പരീക്ഷന്മാർക്കും ശാസ്ത്രമാർക്കും തത്വജ്ഞാനികൾക്കും ഇത് അംഗീകരിക്കാൻ കഴിയാത്തതായ രീതിയിൽ, അവർക്ക് മനസ്സിലാകാതിരിക്കുന്ന രീതിയിൽ ലോക സൃഷ്ടിക്ക് മുമ്പ് ദൈവം കണ്ടിരുന്ന ജ്ഞാനമുണ്ടായിരുന്നു. ലോക സൃഷ്ടിക്ക് മുമ്പ് ദൈവം കണ്ടിരുന്ന ജ്ഞാനം, ആ ജ്ഞാനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ദൈവരാജ്യത്തിന്റെ വർത്തമാന ദൈവരാജ്യത്തിന്റെ ശക്തിയുടെ പ്രദർശനമാണ്. അപ്പോൾ ഇതേക്കുറിച്ച് വായിക്കുന്നത് 2-ാം അധ്യായം 7-ാം വാക്യം, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. പറഞ്ഞാൽ ദൈവഭക്തി ആണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പ് അല്ലെങ്കിൽ ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി, മനസ്സിലായാലും അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി ദൈവം മറച്ചു വെച്ചിരുന്ന ജ്ഞാനമാണ് മർമ്മമായി മുൻനിയമിച്ചതും
മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി നിങ്ങൾ പ്രസ്താവിക്കുക. അത് ഈ ലോകത്ത് നോക്കുമ്പോൾ ഇപ്പോൾ എന്തായിരുന്നു ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്നാദിയെ മുന്നയിപ്പിച്ചു വെച്ചത്? മറഞ്ഞിരുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നമുക്ക് ശക്തി ഉണ്ടെങ്കിലും തേജസ്സില്ല. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യന് തേജസ്സുണ്ട്. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം വരികയും തേജസ്സിലാണ് വരുന്നത്, ശക്തിയും തേജസ്സോടു കൂടിയാണ് വരുന്നത്. ഇത് ലോക സൃഷ്ടിക്ക് മുമ്പ് മറഞ്ഞിരുന്നതാണ്. അപ്പൊ ആദത്തെ സൃഷ്ടിക്കുമ്പോൾ അതിന് മുമ്പായി തന്നെ സ്വർഗം പ്ലാൻ ചെയ്തിരുന്നു. എന്താ പ്ലാൻ ചെയ്തിരുന്നത്? അവനെ പോലെ സദൃശന്മാരാകുന്ന, അവനോട് ചേരുവാനുള്ളതായ സദൃശന്മാരാകുന്ന അനേക ദൈവ തേജസ്സിന്റെ പുത്രന്മാരെ സ്വർഗം കണ്ടുകൊണ്ടാണ് മണ്ണുകൊണ്ട് മനുഷ്യ സൃഷ്ടിക്കുന്നവരായിട്ടുള്ളത്. സ്വർഗീയ മർമ്മ ലോക സൃഷ്ടിക്ക് മുമ്പ് മറഞ്ഞിരുന്ന, ലോക സൃഷ്ടിക്ക് മുമ്പ് മറഞ്ഞിരുന്ന ആ ദൈവജ്ഞാനം എന്താണെന്നുള്ള ലോകത്തിന് അറിയത്തില്ല. അത് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ശിശുക്കളെ പോലുള്ളവർക്ക് ഏത് കാര്യം പറയാൻ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. യേശു ക്രിസ്തുവിന്റെ വചനം നശിച്ചു പോകുന്നത് മോക്ഷണം. അതുകൊണ്ട് അവർ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കിത് രക്ഷ ഉണ്ടാകുന്നത്, അതിന് മുമ്പ് മരിച്ചവർക്ക് എന്താ പ്രയോജനം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തു മരിച്ചത് മുഖാന്തരമായി അതിനു മുമ്പ് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിട്ടും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടും പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാതെ പാതാളത്തിന്റെ മീതെ ഉണ്ടായിരുന്ന വിശുദ്ധനുണ്ടായിരുന്നു. അതുപോലെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ പ്രവൃത്തി നയിച്ചെടുക്കാൻ കഴിയാതെ പോയി കടമായി തീർന്നവരുണ്ടായിരുന്നു. അതുപോലെ നമുക്കാണ് സാധിക്കുന്നത് കുഞ്ഞുങ്ങളെ പോലുള്ള നന്മയും തിന്മയും അറിയാത്തവർ കാലഘട്ടങ്ങൾ മരിച്ചു പോയുള്ള അവരെ പോലുള്ളവരുണ്ടായിരുന്നു. ഇവരെല്ലാം ബലാത്കാരികളായിട്ടുള്ള ഇവരെല്ലാം മരിച്ച ശേഷമായി പാതാളത്തിൽ ബദ്ധന്മാരായിരിക്കുമ്പോൾ അവരെ ഉദ്ധരിച്ചുകൊണ്ട് യേശു അവൻ പർദീസിലേക്ക് പോകുവാനിടയെന്ന് പറഞ്ഞാൽ യേശു ഉയരത്തിലേക്ക് കയറി എന്ന് പറയുന്നത്. പർദീസ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി എന്ന് പറഞ്ഞു. പർദീസിലേക്ക് പോയി പർദീസ് പറഞ്ഞാൽ മതി എന്ന്. കാരണം അങ്ങനെ പറയാതെ ഈ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എഴുതിയിരിക്കുന്നത്, വ്യാഖ്യാനിക്കപ്പെടാൻ വേണ്ടിയാ. കാരണം വിശുദ്ധന്മാരെ എഴുന്നേൽപ്പിച്ചു അവരെ അവിടുന്ന് അവരുടെ ആത്മാക്കളെ വിടുവിച്ചുകൊണ്ട് ദൈവം ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുക്കുന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് മുഖാന്തരമായി ദൈവം പ്രവൃത്തി മുഖാന്തരമായി ബദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി പറയുമ്പോൾ സമുദ്രത്തിലും പരദേശിയിലും വെക്കേണ്ടവരെയും കൊണ്ടാണ് കർത്താവ് പോയത്. അതുകൊണ്ടാണ് പരദേശിയിൽ എന്ന് പറയാതെ ഉയരത്തിലേക്ക് കയറി പറഞ്ഞിരിക്കുന്നത്. നിത്യ യോഗ്യരായിട്ടുള്ളവരെ സമുദ്രത്തിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉയരത്തിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് കർത്താവരെ വിടുവിച്ചുകൊണ്ട് പോയത്. എന്നാൽ അന്ന് ദൈവകൃപയാൽ ശേഷന്മാരായിരിക്കുന്നവരെ ദൈവം എത്തിച്ചത് അവരെ പരദീസ ഒന്നാം സ്വർഗത്തിലേക്കാണ് എത്തിക്കുവാനിടയാക്കുന്നത്. അത് ദൈവശിക്ഷയുടെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അവരെ ഉദ്ധരിച്ചുകൊണ്ടുപോയി. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പിൽ ദൈവം കണ്ടിരുന്ന ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവരെ ദൈവം വീണ്ടും അവന്റെ വാമൊഴിയാലും വരമൊഴിയാലും കാര്യങ്ങൾ അവരെ മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്ന് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ ദൈവം ചെയ്തു പാതാളത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ബന്ധനം മാറ്റി അവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് അവരെ ഉയർത്തിക്കയറി മനുഷ്യർക്ക് ദാനങ്ങളെ നൽകി എന്ന് പറയുമ്പോൾ അവിടെ ഉയർത്തിക്കയറിയ ശേഷമാണ് സ്വർഗീയ പിതാവാം ദൈവം തന്റെ പുത്രൻ കൂടിയുള്ള സുവിശേഷം നമുക്ക് അയച്ചു തന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നതെല്ലാം ഉയർത്തിക്കയറി മനുഷ്യർക്ക് ദാനങ്ങളെ നൽകി. ഈ ദിവസങ്ങളിൽ നാം സ്വർഗീയ ദാനങ്ങൾ പ്രാപിച്ചവരാ, സ്വർഗീയ രക്ഷ പ്രാപിച്ചവരാ, അഭിഷേകം പ്രാപിച്ചവരാ, ദൈവ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവരാ. കരമയം ദൈവത്തിൽ സ്തോത്രം ചെയ്യാൻ സാധിക്കുമോ? യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റി ബദ്ധന്മാരെയും കൊണ്ട് അവൻ പിടിച്ച് അവരെ കൊണ്ടുപോയി കരയറ്റിയ ശേഷമായി അന്ന് വരെ മരിച്ചുപോയ പാതാളത്തിൽ മേലുള്ള പാതാളത്തിൽ വിശ്രമിച്ച വിശുദ്ധന്മാരെ അവിടുന്ന് വിടുവിച്ച ശേഷമായി ഉയർത്തിക്കയറിയ ശേഷം അവിടെ സ്വർഗത്തിൽ എത്തിയ ശേഷമായി മനുഷ്യർക്ക് ദാനങ്ങളെ തന്നു. ഇതിന്റെ അർത്ഥം സാർവത്രികമായ രക്ഷയും സാർവത്രികമായ പരിശുദ്ധാത്മാഭിഷേകവും സാർവത്രികമായ വാഗ്ദത്തങ്ങളും നൽകുവാനിടയെ അത് മനുഷ്യർക്ക് ദാനങ്ങളെ നൽകി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലോക സൃഷ്ടിക്ക് മുമ്പ് മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പറയുന്നത്. ഇവിടെ പറയുക ഇത് ലോകത്തിലുള്ളവർക്ക് അറിയത്തില്ല എന്താണ് ഈ ജ്ഞാനം എന്നുള്ളത്. അതുകൊണ്ടാണ് എന്താണ് ദൈവരാജ്യത്തിന്റെ മർമ്മം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോക സൃഷ്ടിക്ക് മുമ്പ് ദൈവം മറച്ചു വെച്ചിരുന്ന ദൈവത്തിന്റെ ജ്ഞാനമാണ് മർമ്മമായിട്ട് പ്രസ്താവിക്കുന്നത്. അത് പ്രസ്താവിക്കുമ്പോൾ കാണുന്നത് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ആയിരുന്നെങ്കിൽ അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കിയത്. നമുക്കറിയാം ഒരു യുദ്ധം നടത്തി ഇവിടെ യേശു വന്ന് സാധാരണമായിട്ടൊരു ഒരു യുദ്ധം നടത്തി അവനെ പരാജയപ്പെടുത്തി നേരിട്ടായിരുന്നെങ്കിൽ എല്ലാവരും കൈയടിച്ച് അംഗീകരിക്കാനെ ഞങ്ങളുടെ കർത്താവാണ് വലിയവർ. പക്ഷെ എന്നാൽ ലോകം ചിന്തിച്ചതുപോലെ അല്ല ദൈവം ചെയ്തത്. അവരൊരിക്കലും വിചാരിച്ചില്ല സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി ലോകത്തിൽ വന്ന് അവൻ ജഡത്തിൽ മരിച്ച്
അങ്ങനെ ഒരു രക്ഷയുടെ പദ്ധതി ഉണ്ടാക്കുമെന്ന് മറ്റാരും തന്നെ അത് വിചാരിച്ച കാര്യമല്ല. അത് ഒരു സൃഷ്ടിക്കും മറഞ്ഞിരുന്നതാണ്. ഇവൻ സ്വർഗീയ ദൂതന്മാർക്ക് പോലും മറഞ്ഞിരുന്ന മർമ്മമായിരുന്നു. ദൈവമായ കർത്താവ് തന്നെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വരുമെന്നുള്ളത് ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ പിതാവാം ദൈവത്തിന്റെയും പുത്രനാം ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെയും ലോക സൃഷ്ടിക്ക് മുമ്പ് അനാദിയായിട്ടുള്ള പ്ലാനായിരുന്നു തന്റെ പുത്രനിലൂടെയുള്ള കഷ്ടാനുഭവത്തോടെ മരണത്തിലൂടെയുള്ള വീണ്ടെടുപ്പ് എന്നുള്ളത്. അത് ദൈവിക മർമ്മമാണത്, സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ദൈവസഭയിൽ നടക്കേണ്ടുന്ന മാർമിക വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിരുദ്ധലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു ആരാകുന്നു എന്നുള്ളതോടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ 21 പറയുന്നത് 22 യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ കിടർച്ചയും ജാതികൾക്ക് മോക്ഷത്തോടെങ്കിലും യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ എന്ന ദൈവത്തിന്റെ മോക്ഷത്വ മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള പദ്ധതി ഉണ്ടാകുമെന്ന് സാധാരണ അറിയാമായിരുന്നു. മനുഷ്യനെ വീണ്ടെടുക്കുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അവൻ അറിയത്തില്ലായിരുന്നു. ആർക്കും അറിയത്തില്ലായിരുന്നു. എങ്ങനെയാണ് മനുഷ്യൻ രക്ഷിക്കുന്ന പ്രവൃത്തി എന്നുള്ളത് ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു, സാധാരണ അറിയത്തില്ലായിരുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു രക്ഷയുടെ പദ്ധതി ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ ലോകം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് ജ്ഞാനത്താല, അല്ലെ? പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവജ്ഞാനത്താല. ദൈവം അവന്റെ ജ്ഞാനത്താലാണ് ആകാശത്തെ വിരിച്ചിരിക്കുന്നത്. ഭൂമിയെ സൃഷ്ടിച്ച ദൈവജ്ഞാനത്താലാണ്. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ജ്ഞാനമാണ്, അത്യന്തം പരിജ്ഞാനമാകുന്ന പറയുന്നത്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ജ്ഞാനമാണ്. ലോകത്തിന്റെ സൃഷ്ടി, മനുഷ്യ സൃഷ്ടി, അതുപോലെ സകല സൃഷ്ടികളെ നോക്കുമ്പോൾ അതെല്ലാം പരിജ്ഞാനമുള്ളതാ, അത്യന്തം പരിജ്ഞാനമുള്ളതാ. എന്നാൽ ഇതൊക്കെ ജ്ഞാനമാണ്. പ്രപഞ്ചത്തെ നോക്കുമ്പോൾ ജ്ഞാനമാണ്, മനുഷ്യനെ നോക്കുമ്പോൾ ജ്ഞാനമാണ്. എന്നാൽ ഇതിനെല്ലാം വലിയമായിരിക്കുന്ന ജ്ഞാനമുണ്ട്, പുതിയ സൃഷ്ടിയാക്കുന്ന ജ്ഞാനം. ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കുന്നത് ജ്ഞാനം കൊണ്ട്, വാക്കുകൊണ്ട് മാത്രമായിരുന്നില്ല. ദൈവത്തിന്റെ വചനം കൊണ്ട്, ജ്ഞാനമേറിയ വാക്കുകൊണ്ട് ഉളവായതാണ്. ഇതെല്ലാം ഉളവായത് അങ്ങനെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം കൈകൊണ്ട് സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ശ്വാസം ഊതികൊണ്ട് അവൻ പ്രത്യേക വിവേകമുള്ള ഒരു മനുഷ്യനായി തീരുവാൻ, ജ്ഞാനമുള്ളവനായി തീരുവാൻ കഴിയായിരുന്നു. അവന് പ്രത്യേക ദൈവ സാദൃശ്യമുണ്ടായിരുന്നു. എന്നാൽ അവരെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി എന്നുള്ളത് അത് വളരെ വലിയ ഒരു മർമ്മമായിരുന്നു. അത് ലോകത്തിന്റെ പ്രഭുക്കന്മാർക്കോ പൈശാചിക മണ്ഡലത്തെ അറിയത്തില്ലായിരുന്നു. യഹൂദന്മാർക്ക് അറിയത്തില്ലായിരുന്നു, പരീശന്മാർക്ക് അറിയത്തില്ല, അവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. മറവിയുടെ മർമ്മമായിരുന്നു. അതേക്കുറിച്ച് യേശയ്യാവ് പ്രകാരം പറഞ്ഞു, നീതീകരിക്കപ്പെടുന്നത് 53-ാം അധ്യായത്തിൽ വായിക്കുന്ന ഭാഗമാണ്. കർത്തൃമേശവചനത്തിൽ പലപ്പോഴും വായിക്കുന്നതാണ്. അതേക്കുറിച്ച് ഇവിടെ പറഞ്ഞു 53-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, അവൻ തന്റെ പ്രയത്നഫലം കൊണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. ഈ ജ്ഞാനം ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ ലോക സൃഷ്ടിക്ക് മുമ്പ്, മനുഷ്യ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അതുകൊണ്ടാണ് ലോക സ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാണെന്ന് പറയുമ്പോൾ, എന്നെ നിങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ആരായിട്ടുള്ള ഭാവിയിൽ നിങ്ങൾ കണ്ടുകൊണ്ട് ദൈവം ആ പരിജ്ഞാനത്തിലാണ് കാര്യങ്ങൾ ചെയ്തു. പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലുണ്ടാകുന്ന വീഴ്ചയെക്കുറിച്ചും അവരുണ്ടാകുന്ന തളർച്ചയെക്കുറിച്ചും, എന്നാൽ അവരെ വീണ്ടെടുത്ത് അവനെ തേജസ്സിന്റെ മക്കളാക്കുവാൻ വേണ്ടി അത് വാക്കുകൊണ്ട് കഴിയത്തില്ലായിരുന്നു, ജ്ഞാനം കൊണ്ട് കഴിയത്തില്ലായിരുന്നു. ഈ ലോകത്തൊരു മനുഷ്യർക്കും മനസ്സിലാകുന്ന ജ്ഞാനം കൊണ്ടായിരുന്നില്ല അത് ചെയ്തെടുത്തത്. ആ ജ്ഞാനം എന്നുള്ളത് അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പോൾ സാക്ഷാൽ ദൈവമായവൻ, സൃഷ്ടിതാവായവൻ വന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി, മാനവകുലത്തിന് വേണ്ടി മരിക്കുമെന്ന് പറഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല. ആരെങ്കിലും ചെയ്യും? ആരും ചെയ്യത്തില്ല, ഒരിക്കലും പോലും ചെയ്യത്തില്ല. അല്ലെ? ശരിയല്ലേ? ഇവിടുത്തെ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റോ ആരെങ്കിലും മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി അവരാരെങ്കിലും പോയി ഭയമായിട്ട് അവര് മരിക്കാൻ തയ്യാറാകുമോ? വേണമെങ്കിൽ ഒരാൾക്ക് വേണ്ടി മരിക്കുമായിരിക്കും. എന്നാൽ അവര് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഒരുപാട് പേര് അവർ രക്ഷസഹിച്ച് അവര് മരണപ്പെട്ടത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ, ഇന്നും നമ്മൾ എവിടെ കിടക്കുന്ന അനേകരുടെ രക്തം വീഴുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ കാവൽ ചെയ്യുന്നത് കൊണ്ട്, അവരൊക്കെ അത്യുത്തമമായിട്ട് പരിശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്വസ്ഥമായിട്ട് കൂടിയിരിക്കുന്നത്. അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയോ കുറച്ചു പേർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമായിരിക്കും ഒരാൾക്ക്. എന്നാൽ ഇവിടെ സർവ്വമനുഷ്യരെയും രക്ഷിക്കാനുള്ള സാർവത്രികമായ രക്ഷയുടെ ജ്ഞാനം
മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം കരുതിയിരുന്നു. അതേക്കുറിച്ച് പറയുന്നത് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് മറന്നിരുന്നതായ മർമ്മമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ആരെക്കുറിച്ചാ? ക്രിസ്തുവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ചുള്ള പഠിപ്പീര്, യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ലോക സൃഷ്ടിക്കുന്നത് വളരുന്ന ജ്ഞാനമാണ്. അത് ലോകത്തിന് അത് വെളിപ്പെട്ടിട്ടില്ല. ലോകത്തിന് പ്രഭുക്കന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ കണ്ടുപിടുത്തക്കാർക്ക് വെളിപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ കൃപയാൽ പറയണം, ഭാവിയിലും ദോഷികളുമാരും നമുക്ക് ദൈവത്തിന് കൃപയാൽ മാത്രം വെളിപ്പെട്ട് കിട്ടി. നീതികരിക്കുന്ന ദൈവമുണ്ട്. അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുപ്പെട്ടുള്ള ആ അനാദികളെ മർമ്മം മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവജനം കരമേൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ ാകുന്നു. ഇത് എത്രയോ പരിജ്ഞാനമുള്ളതാണ്. ഈ ജ്ഞാനത്താലാണ് ഞാനും വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ മർമ്മം എന്നുള്ളത്, ദൈവസഭയുടെ മർമ്മം എന്നുള്ളത് 7 കാര്യങ്ങളാണ്. ഈ 6 ഒരെണ്ണം കൂടുമ്പോൾ 7 ദൈവസഭയുടെ മർമ്മമാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും എന്ന് പറഞ്ഞാൽ തന്റെ പ്രയത്നം കൊണ്ട് ക്രൂശിൽ യേശു ചെയ്തെടുത്ത പ്രയത്നം അവന് ലോകത്തിൽ വരേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ അവിടെ സംഘത്തിൽ പിതാവിന്റെ സന്നിധിയിൽ സമത്വത്തിൽ ഇരുന്നാൽ മതിയായിരുന്നു. എന്നാൽ എന്നെയും നിങ്ങളെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി, തേജസ്സിന്റെ മക്കളാക്കി തീർത്താൻ വേണ്ടി, അവനോട് കൂടെ ഇരുത്താൻ വേണ്ടി ഒരു പ്രത്യേക സൃഷ്ടിയെ ഉണ്ടാക്കിയെടുത്തു. അത് ഈ ലോകത്തുള്ള നക്ഷത്രങ്ങളെക്കാൾ, സൂര്യനേക്കാൾ, ചന്ദ്രനേക്കാൾ, മറ്റുള്ള എല്ലാ സൃഷ്ടികളെക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായി കാഴ്ചപ്പാടായിരുന്നു. ദൈവത്തോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു സൃഷ്ടിയെ ഉണ്ടാക്കിയെടുക്കുക, അവരെ പുതുതായി വെളുപ്പിച്ചെടുത്ത് തേജസ് കൊടുത്ത് അവനോട് കൂടെ ഇരിക്കുക എന്നുള്ളത് അനാദീന മർമ്മമായിരുന്നു. ആ മർമ്മമാണ് രാത്രിക്ക് ഞങ്ങൾ വളരെ ദൈവത്തോടെ വിളിച്ചു പറയുന്നത്. ലോകത്തിന് മനസ്സിലാകത്തില്ല. എന്നാൽ ഇത് രാത്രി കൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്ക് മനസ്സിലാകും. എന്നെ കർത്താവ് നീതീകരിച്ചത്, വിശദീകരിച്ചത് ആടുകളുടെ കാളകളുടെ രക്തം കൊണ്ടല്ല, വാക്കുകൊണ്ടല്ല, തന്റെ പ്രയത്നം കൊണ്ടാണ്. അവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു. 33 വർഷം വരെ ഒരു സാധാരണ മനുഷ്യനെ പോലെ എല്ലാവരുടെ കൂടെ നടന്നു. സാധാരണക്കാർക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. 33 വർഷം കഴിഞ്ഞപ്പോൾ 3 വർഷത്തെ സുദൂരതയിട്ടുണ്ട്. അവൻ പ്രയത്നിച്ചു, അവൻ കഷ്ടം സഹിച്ചു. എന്തിനു വേണ്ടിയാ? നമ്മുടെ കഷ്ടം നീക്കുക, നമ്മുടെ കണ്ണുനീർ മാറ്റുക, നമ്മുടെ മരണം നീക്കുക, നമ്മൾ നിന്ന് മാറ്റുക, നമ്മുടെ ഭാരം മാറ്റുക, നമ്മെ നിൽക്കുന്നവരാക്കി തീർക്കുക. അതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം, അതാണ് ദൈവസഭയുടെ മർമ്മം. അപ്പോൾ അതേക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മർമ്മമാർക്ക് മനസ്സിലാകത്തില്ലെന്ന ഏഴകളും കുരുക്കളും ഒന്നുമില്ലാത്തവരുമായിരിക്കുന്ന ജീവിതത്തിന്റെ പല മേഖലകളിൽ തളർച്ചകളും തകർച്ചകളും എല്ലാം പുറത്തുണ്ടറിയാതിരുന്ന വിവിധ ജാതികളും മതങ്ങളും ഗോത്രങ്ങളും പക്ഷ വിവിധ കുടുംബങ്ങളിൽ പറന്നുകൂട അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവാത്മാവോ യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം വന്നപ്പോൾ ഉൾക്കൊള്ളുവാൻ അവന്റെ ബുദ്ധിയെ തോന്നു. അങ്ങനെ തിരുവഴുത്തെ തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ച ദൈവമക്കളുടെ രാത്രി കരവേറ്റ് സ്തോത്രം ചെയ്യണം. ഈ അവരെ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് ഇവിടെയുള്ളതല്ല, ലോകത്തിന്റെ ഒരു സൃഷ്ടിക്കും അറിയത്തില്ല, ഇവിടെ ഒരു പ്രഭുക്കന്മാർക്കും അറിയത്തില്ല. പൈശാചിക സാധുവായിട്ട് അറിയാമായിരുന്നെങ്കിൽ അവർ ദൈവസഭയെ കുറിച്ചിട്ടില്ലായിരുന്നു. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പറയുന്ന ഈ രീതിയിൽ ഒരു പ്രയത്നിച്ച് അവനൊരു ജനതയെ ഉണ്ടാക്കിയെടുക്കുമെന്ന്, ഒരു രാജ്യം സ്ഥാപിച്ചെടുക്കുമെന്ന്, ഒരു സഭയെ സ്ഥാപിച്ചെടുക്കുമെന്ന് ലോകത്തിനറിയിട്ടില്ലായിരുന്നു. അവർക്കിന്നും മോശമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പറയും, യേശു ക്രിസ്തുവിന്റെ വചനം ഞങ്ങൾക്ക് ദൈവശക്തിയും അത് ഞങ്ങൾക്ക് എന്താണത്? ദൈവശക്തിയാണെന്ന് പറയുന്നത്. അത് പരിജ്ഞാനമാണ്, ജ്ഞാനമാണ്. അപ്പോൾ ഈ ലോകത്തിൽ ദൈവഭയം എന്ന് പറയുമ്പോൾ ദൈവജ്ഞാനമാണ്. ഒരുവൻ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അറിവിലേക്ക് വരിക എന്നുള്ളതാണ്. ആരാണ്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എന്നെ ഭയപ്പെടുന്നത് ഞാനിപ്പോൾ അറിയുന്നു. അത് മരിച്ചവനെ ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു നിർത്താൻ കഴിവുള്ളവരാ ദൈവം കഴിഞ്ഞപ്പോൾ അവനാ ജ്ഞാനമറിവ് ഉള്ളത് കൊണ്ടാണ് അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ഒരു പ്രയാസം കൂടാതെ തന്റെ മകനെ കൊണ്ടുപോയി യാഗം കഴിപ്പിച്ചെങ്കിൽ കർത്താവ് പറഞ്ഞു, നിനക്കത് ചെയ്യുവാനെങ്കിൽ ജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയൊരു ജ്ഞാനമുണ്ട്, അത് ലോകത്തിന് അറിയത്തില്ല. എന്റെ മകനെ ഞാൻ കാലൂരിൽ പകർത്ത് ഒരു ജനതയെ
ഉണ്ടാക്കിയെടുക്കും, അവരെ പുതിയ സൃഷ്ടികളാക്കി തീർക്കും, അവരെ സ്വർഗാസത്തിലേക്ക് തിരുത്തും. ഞാൻ കാഴ്ചയിലിരിക്കുന്ന പദ്ധതികൾ അബ്രഹാമേ, നിനക്ക് ജ്ഞാനമുള്ളതുകൊണ്ട് നിന്റെ മകനെ കൊടുത്തു, നീ അതുകൊണ്ട് ഐശ്വര്യം പ്രാപിച്ച് ഇസ്രായേൽ രാഷ്ട്രമുണ്ടാക്കിയെടുക്കുവാൻ നിനക്ക് വാഗ്ദത്തം ലഭിച്ചെങ്കിൽ കർത്താവ് പറയൂ, അതിനു മുമ്പ് എനിക്കൊരു പദ്ധതിയോട് നിഴലാണെങ്കിൽ ആ പൊരുളായിട്ടുള്ളത് ലോകം സൃഷ്ടിക്കുന്നുണ്ട്. അബ്രഹാമേ, നിന്നെ സൃഷ്ടിക്കുന്നതിന് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് എനിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്റെ മകളെ കാളുകളുടെ കൊലക്കളത്തിൽ ഞാൻ തകർത്ത് കളയുന്നത് അവന്റെ പ്രയത്നം മുഖാന്തരമായി അനേകരെ നീതികരിക്കുമെന്നുള്ള നീതികരണത്തിന് ശക്തിയാണ് ഇന്ന് രാത്രി ദൈവരാജ്യത്തിന്റെ മോഹമായി ഈ ഗുരുക്കൂടെ ഘോഷിക്കപ്പെടുന്നത്. അത് ലോകത്തിന് ജ്ഞാനികൾക്ക് അറിയത്തില്ല, ഈ പ്രഭുക്കന്മാർക്ക് അറിയത്തില്ല. ദൈവമാർക്കുന്ന മറവിലുള്ള ലോക സൃഷ്ടിക്കുമ്പോൾ മറവിടിക്കുന്ന ജ്ഞാനം എന്താണെന്നുള്ളത് യെശയ്യാവ് രേഖപ്പെടുത്തി എഴുതി വെച്ചു. അവൻ പ്രയത്നം അനുഭവിച്ച് തന്റെ പരിജ്ഞാനം കൊണ്ട് അനേകരെ നീതീകരിക്കും, അനേകരെ നീതീകരിക്കും. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താ അതേ ലോക സൃഷ്ടിക്കും പറഞ്ഞിരുന്ന ആ പരിജ്ഞാനം കൊണ്ട് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയ്ക്കായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഞാൻ സകലവും ചാവറന്നു. ഈ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇതിനപ്പുറമായി ഒരു സ്ഥാനമില്ല, ഇതിനപ്പുറമായി ഒരു മാനവയില്ല, ഇതിനപ്പുറമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മർമ്മം എന്ന് പറയുമ്പോൾ അത് താൽക്കാലികമാക്കുന്ന ഇവിടുത്തെ കടമാറ്റുന്ന ഒരു പരിപാടിയല്ല, അതേതെങ്കിലും താൽക്കാലികമാക്കുന്ന വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, ഇത് അനാദിയായി ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അവനോട് ചേർന്ന് അവനോടുകൂടെ വാഴുവാനുള്ള ഭാഗ്യം ലഭിച്ച ജ്ഞാനം ലഭിച്ച ദൈവമക്കൾ പറയണം, ഞങ്ങളെ ജ്ഞാനികളാക്കി തീർത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, അവന്റെ ജ്ഞാനമാണ് നൽകുന്നത്. ഇതവസരം ഉറക്കെ പ്രസ്താവിക്കുന്നു, ലോകത്തോട് പ്രസംഗിക്കും. ആരെങ്കിലും ഈ നിത്യജീവന്റെ മൊഴികൾ കേൾക്കുവാൻ ദൈവിക ആകർഷമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം കേട്ട് അവരുടെ ആകർഷിക്കപ്പെടും. അങ്ങനെ ആകർഷിക്കപ്പെട്ട് കാലാകാലങ്ങളിൽ നമ്മെ വേർതിരിച്ച് നേർത്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. നിന്റെ പാരമ്പര്യത്തെ വിട്ടിറങ്ങിയത്, നീ മാതാപിതാക്കളെ വിട്ടിറങ്ങിയത് ഒരുപക്ഷെ എല്ലാവരും മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ അതൊന്നും സാരമില്ലെന്ന് പറയാൻ കാരണമാറ്റുന്നത് ഈ ജ്ഞാനത്തിന്റെ ഒരു അംശം നമ്മൾ ഉണർന്നതുകൊണ്ടായിരുന്നു. രക്ഷിക്കൊണ്ട് അറിയത്തില്ല, പക്ഷെ എന്തോ ഒരു ജ്ഞാനം നമ്മുടെ ഉള്ളിൽ അത് നമ്മളെ എന്ത് ഒരു പാരമ്പര്യത്തെ വെളിയിൽ കൊണ്ടുവന്നു. ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന്, ലോകത്തിന്റെ ബുദ്ധിയിൽ നിന്ന്, ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് ഈ ജ്ഞാനം നമ്മുടെ അകത്ത് കയറിയപ്പോൾ എന്ത് നമ്മൾ അതിൽ നിന്ന് വേർതിരിച്ചെടുത്തു കൊടുക്കുവാൻ ഇടയാക്കുന്നു, നമ്മെ പിടിച്ചു പറിക്കുവാൻ ഇടയാക്കുന്ന ദൈവസ്നേഹത്തിന്റെ ദൈവജ്ഞാനത്തിന്റെ മർമ്മം അത് വലുതാണ് എന്നാണ് ഇവിടെ രേഖപ്പെടുന്നത്. അങ്ങനെ പറയാം, അവന്റെ പ്രയത്നഫലം കൊണ്ട് അനേകരെ നീതീകരിക്കും. യേശുക്രിസ്തു എടുത്തു പറഞ്ഞു വെച്ചാൽ മനസ്സിലായത്. ലൂക്കോസ് 7-ാമത്തെ 35-ാം വാക്യത്തിലും മത്തായി സുവിശേഷം 11-ാമത്തെ 19-ാം വാക്യം വായിക്കുമ്പോഴും കർത്താവ് മർമ്മമായി പറഞ്ഞിരുന്നു. യെശയ്യാവ് പറഞ്ഞിരുന്ന 53-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ പറഞ്ഞിരുന്ന പരിജ്ഞാനം കൊണ്ട് വല്ല നീതിയിരിക്കും എന്നുള്ളത് ലൂക്കോസ് 7:35, മത്തായി 11-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ വായിച്ചാട്ടെ. ജ്ഞാനമോ തന്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിനുള്ള സകല മക്കളെയും നീതീകരിക്കുന്നത് ജ്ഞാനമാണ്, ബസീറത്തുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമോ. ഈ ജ്ഞാനം എന്താണ്? ലോക സൃഷ്ടിക്കും മറന്നിരുന്നതാണ്. ക്രിസ്തു മുഖാന്തരമുള്ള നീതീകരിക്കുന്നവരാണ് ജ്ഞാനമെന്നാണ് യേശു. ജ്ഞാനമോ തന്റെ എല്ലാ മക്കളാലും എന്ത് ചെയ്യുന്നു? നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് വായിച്ചത് ലൂക്കോസ് സുവിശേഷമാണെങ്കിൽ അടുത്ത ഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 11-ാമത്തെ വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായം ഞാൻ പറഞ്ഞ വാക്യം വായിക്കാം. 11-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിച്ചത് ലൂക്കോസ് ആണോ മത്തായി സുവിശേഷമാണോ വായിച്ചത്? അതാ വായിച്ചത്. ഓക്കെ, മത്തായി 11-19 വായിക്കാം. 11-11 ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതിക്കപ്പെട്ടിരിക്കുന്നത് യെശയ്യാവിന്റെ പ്രവചനമാണ്. അല്ല, ഞാൻ പറഞ്ഞത് യെശയ്യാവിന്റെ പ്രവചനത്തിലെ ഭാഗം യേശുവിടെ തിരിക്കുക. അവർക്ക് മനസ്സിലായില്ല. ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതിക്കുന്നു. അതിന്റെ അർത്ഥം ഈ 6 വിധ കാര്യങ്ങൾ അതിലെ ചില ഭാഗങ്ങൾ നടന്നു എന്നാണ് അവിടെ പറഞ്ഞത്. പറഞ്ഞാൽ യേശു എന്താണ് മർമ്മമായി ഇവിടെ തിമോഥെയോസിനെ രേഖപ്പെടുത്തിയത്? ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതിയിരിക്കപ്പെട്ടു പറയുമ്പോൾ ക്രിസ്തു വന്നത് മുതൽ അനേകം നീതിയിരിക്കാൻ തുടങ്ങി. എന്തായാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന മർമ്മം എന്താണ്? 6 കാര്യങ്ങളെ കുറിച്ച് വായിച്ചു. അവൻ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു.
അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ യേശു പറഞ്ഞു, ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ എന്തിരിക്കുന്നു, ജീവിക്കപ്പെട്ടിരിക്കുന്നു. യേശു പറയുക, ഈ പഴയ പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്ന പ്രവചനമുണ്ടല്ലോ, അത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ ജഡത്തിൽ വന്നിരിക്കുക. ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ എന്തിരിക്കുന്നു, ജീവിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് പൂർത്തീകരിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ. ഞാൻ ആ മതം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത്, ഞാൻ ജഡത്തിൽ വന്നിരിക്കുന്നു. ജഡത്തിൽ വന്നിരിക്കുന്ന ഉദ്ദേശം എന്താണെന്നറിയാമോ? ആ ജ്ഞാനം കൊണ്ട് അനേകരെയും അവൻ നീതീകരിക്കും. അതാണ് ദൈവരാജ്യം. വർത്തമാനകാല ദൈവരാജ്യം, അതാണ് ദൈവസഭയുടെ മർമ്മം. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യത്തിന് മർമ്മമെന്ന് വർത്തമാനകാലത്ത് ചോദിച്ചാൽ പറയും, യേശു ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അവൻ നീതീകരിക്കപ്പെടുവാൻ, നീതീകരിക്കാൻ വേണ്ടിയാണ്. നീതിമാനായിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ നീതീകരിക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് അയക്കുവാൻ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. യേശു ജഡത്തിൽ വന്നവരെ ആർക്കും സംശയമില്ലല്ലോ. ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ? ഡേറ്റ് വെക്കുമ്പോൾ അതല്ലേ വരുന്നത്? 2000 വർഷം മുമ്പ് യേശു എന്നൊരു വ്യക്തി ലോകത്തിൽ ജനിച്ചെന്ന് സകല ലോകവും പറയും യേശു ജനിച്ചു എന്നുള്ളത്. പക്ഷേ എന്തിന് യേശു ലോകത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് അവർക്കറിയത്തില്ല, അവർക്ക് മറഞ്ഞിരിക്കുക. എന്നാൽ കൃപയാലും രാത്രി എന്ന് പറയണം, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. രണ്ടാമതായിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ പാപം മുഴുവൻ വഹിച്ചിട്ടും അവന്റെ അകത്താത്മാവിന് പാപം മുഴുവനില്ലായിരുന്നു. അവൻ മനുഷ്യന്റെ പാപം തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. എന്നാൽ അവന്റെ അകത്തെ ആത്മാവ് അത് ഉയർപ്പിന്റെ ശക്തിയാകുന്നു. അതുകൊണ്ട് മരണത്താൽ യേശു തീർന്നുപോയില്ല. അവന്റെ ആ അകത്തുള്ള ആത്മീയ ശക്തി കൊണ്ട് പിതാവാം ദൈവം എന്ത് ചെയ്തു? തന്നെ ഉയർപ്പിച്ചു, നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ മരണത്തെ അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയില്ല. അതിനു മുമ്പ് മരിച്ചുപോയ അബ്രഹാമിനെ ബദ്ധനാക്കി വെച്ചു, അതിന് മരിച്ചുപോയ ഹാബേലിനെ ബദ്ധനാക്കി വെച്ചു, അതിന് മരിച്ചുപോയ സേവിച്ചു. പിന്നാലെയും ദാവീദ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ബദ്ധന്മാരാക്കി പാതാളത്തിന്റെ വെക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവനെ പിടിച്ചു വെക്കുവാൻ കഴിയുന്നത് പാതാളത്തിന് അവനെ മരണത്തവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. കാരണം അവൻ നീതിമാനായിരുന്നു, അവനിൽ നീതികളില്ലായിരുന്നു. സാക്ഷാത് യാതൊരുമായി ഒരു പ്രവൃത്തിയില്ലാത്ത നീതിമാനായിരിക്കുന്ന ദൈവത്തെ അവിടുത്തെ കോടതി പറഞ്ഞു ഇവരൊരു കുറ്റവുമില്ലെന്ന്. അവസാനമായി അവൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ പിശാച് വിചാരിച്ചു മരിച്ചുപോയ ഒരുവനെ പ്രയാണിക്കുന്നവർ നേരിട്ടത്. എന്നാൽ അവന്റെ ജീവൻ ആത്മാവ് യാത്ര ചെയ്തപ്പോൾ സ്വർഗത്തിലേക്ക് പോയപ്പോ അവൻ വിചാരിച്ച് തടയാമെന്ന്. പക്ഷേ അവനെ തടച്ചു നടന്നില്ല. അവന്റെ കല തകർക്കപ്പെടുകയായിരുന്നത്. ഇന്ന് മനസ്സിന് കലകൾ ആത്മാവിൽ നീതിരിക്കപ്പെട്ട യേശു എന്നും ജയാളിയാണ്. അവനൊരു നീതികരില്ല, അവനൊരു പാപമില്ല, അവൻ നീതീകരിച്ചവരാണ്. അവൻ നീതീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഉയർപ്പ് സംബന്ധിച്ച് ജനസംബന്ധമായി ദാവീദിന്റെ സന്തതിയായി ഒരിക്കലും മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തിയ നീതിയുടെ ആത്മാവ് സംബന്ധിക്കുന്നവരൊക്കെന്ന് പറഞ്ഞാൽ ആത്മാവ് സംബന്ധമായവൻ സാക്ഷാൽ ദൈവമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതിയിരിക്കപ്പെട്ടു. പറഞ്ഞിരിക്കുന്നത് നീതിയിരിക്കുന്ന കർത്താവ് അവൻ തന്റെ പിതാവാം ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കുന്ന ശുദ്ധീകരണം അവിടെ നിവർത്തിപ്പാൻ കഴിയാത്തുള്ളൂ. അതാണ് അവൻ ആ ആത്മാവിൽ നീതിയിരിക്കൊണ്ട് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ഈ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ആരാണ്? ഈ ദൂതന്മാർ ആരാണെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ യേശു ജനത്തിൽ വന്നു 30 വർഷം അവൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു. 3.5 വർഷം ശുശ്രൂഷ ചെയ്തു. അവസാനമായി യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിൽ നീതിയിരിക്കപ്പെട്ടു. അവൻ വന്നത് മനുഷ്യന് വേണ്ടിയ, നമ്മുടെ നീതികരണത്തിന് വേണ്ടിയ, നമ്മുടെ സകല പാപത്തെയും സകല സാപത്തെയും വഹിച്ചിട്ടും യേശുവിനെ പിടിച്ചു വെക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറഞ്ഞത് മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. രാത്രി പറ, എന്റെ യേശുവിനെ പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായിരുന്നെങ്കിൽ അവന്റെ ആത്മാവ് വ്യാപരിക്കുന്നത് എന്നെയും അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ വാഴുന്നത് മരണമല്ല, നിങ്ങൾ വാഴുന്ന ജീവന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ആത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കുന്നതുകൊണ്ട് മരണമേ നിനക്ക് ജയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പറയുന്ന മരണത്തിന്റെയും ജയത്തിന്റെയും ജയമെവിടെ? മരണത്തിന്റെ ജയമുള്ളവരുടെ മരണത്തിന് വിഷമുള്ള പാപമേ നിനക്ക് പിടിച്ചു കഴിയുന്നില്ല. മരണത്തിന്റെ പ്രമാണങ്ങളെ മാറ്റി ദൈവസഭയോട് എടുക്കപ്പെടുമ്പോൾ നീതിയിരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തികളെ
പിടിച്ചു വയ്ക്കുക ഒരു ശക്തിക്ക് കഴിയത്തില്ല. നിന്നൊരു വേദത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. നിന്നൊരു പൂർണ്ണശക്തിക്ക് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. നിന്നൊരു പാറയ്ക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി യേശുവിന്റെ വേഗത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. നീതിയിരിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ചില നിലവിലുള്ള ചില പാറകൾ നീങ്ങുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി നീതിയിരിക്കുന്ന ദൈവത്തിന്റെ വ്യാപിക്കുക. ഇതുവരെ മാറിപ്പോകാതെ ലോകത്തിലെ പാറകൾ ചില വേദനകളുടെ രാത്രി മാറിപ്പോകുക. യേശുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ദൈവങ്ങളുടെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ദൈവങ്ങളുടെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ വ്യാപരിക്കുന്നുണ്ട്. നീതിയിരിക്കുന്ന ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട്. എല്ലാ പാറകളും എല്ലാ കാമങ്ങളും മാറിപ്പോകുന്നുണ്ട്. ദൈവജാനത്തിന് വർണ്ണമാണ് വെളിപ്പെടുത്തുന്നത്. അവൻ ജനത്തിൽപ്പെടുത്തി ശ്രമിച്ചു. ആത്മാവ് കൊടുക്കപ്പെട്ടു. അവരെ പിടിച്ചു വെക്കുക ഒരു സത്യത്തിൽ കഴിയില്ല. നിന്റെ കുടുംബത്തെ പിടിച്ചു വെക്കുക, അവരെ പിടിച്ചു വെക്കുക, നിന്റെ നന്ദിയെ പിടിച്ചു വെക്കുക. സാധാരണ നിനക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി റിലീസ് ചെയ്യുക, ചില തലമുറകളെ റിലീസ് ചെയ്യുക. ഇന്ന് രാത്രി അവരെ സാധ്യമായി കൊണ്ടുവരില്ല. നിന്റെ ദീർഘമായ ചില വിഷയങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ശക്തിമാകുന്നതാണ്. നീതികരിക്കുന്ന ക്രിസ്തുവിനെ രക്ഷപ്പെടാനുമായി യേശുവിന്റെ നാമത്തിൽ തലമുറകളും മാറിപ്പോകട്ടെ. മാറ്റമുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ചില തലമുറകളെ ദൈവാത്മാവ് വ്യാപരിക്കുന്ന ഒരു രാത്രിയാണ്. നീതികരിക്കുന്ന ദൈവം വിളിക്കുന്നവനോ നീതികരിക്കുന്ന ദൈവം നമുക്കായി അവനെ പിടിച്ചു വെക്കുവാൻ മരണത്തിന്റെ പാർശ്വത്തിൽ കഴിഞ്ഞില്ല. അവൻ മരണത്തിന്റെ പാർശ്വത്തിൽ അഴിച്ച് അവൻ 3-ാം ദിവസം വിജയിച്ചെന്ന് പറയുക. ദൂതന്മാർക്ക് വ്യത്യസ്തനായെന്ന്. ദൂതന്മാർക്ക് വ്യത്യസ്തനായ സത്യത്തിന്റെ വ്യത്യസ്തനായതല്ല, സഭയുടെ ദൂതന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് വ്യത്യസ്തനായതല്ല അർത്ഥം. സഭയുടെ ദൂതന്മാർ എന്ന് പറയുമ്പോൾ 7 നക്ഷത്രം 7 നിലവിളക്ക് 7 നക്ഷത്രം പറയുന്ന ദൈവത്തിന്റെ കരകളിലിരിക്കുന്ന ശുശ്രൂഷകാരെ കുറിച്ചാണ് ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ ദൂതന്മാർ എന്ന് പറയും. ദൂതന്മാർ 7 ദൂതന്മാർ. അപ്പോൾ ഇവിടെ ദൂതന്മാർ പറയുന്നത് സ്വർഗ്ഗത്തിൽ പ്രത്യക്ഷപ്പെട്ടതല്ല. ആർക്കാണെന്ന് ഇവിടെ വ്യക്തമായി വേഗപ്പെട്ട ദൂതന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണെന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ കാണിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 41-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുവാൻ സാധിക്കും. 10-ാം അധ്യായം 41-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 41-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 41-ാം വാക്യം വേഗം വായിക്കണം. 10-41 അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 41-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10-ാം കിട്ടിയവർക്ക് വേഗം വായിക്കണം പ്ലീസ്. 10-41 സകല തരത്തിലുമല്ല ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ വെളിപ്പെട്ടു എന്നത് വായിച്ചിന് മനസ്സിലായില്ല. അവസരം എന്തോ പ്രത്യക്ഷനാക്കി തന്നു പറഞ്ഞാൽ ഞങ്ങളോടുകൂടെ തിന്നുകുടിച്ച, അതായത് അവനോടുകൂടെ കുടിച്ച, അവനോടുകൂടെ സഞ്ചരിച്ച ആ അപ്പോസ്തലന്മാരായിരിക്കുന്നവർക്ക് ഏകദേശം 500-ലധികം ആൾക്കാർക്ക് അവൻ എന്ത് ചെയ്തു? പ്രത്യക്ഷനാക്കി കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തു ജനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവമർമ്മമാണ്. അപ്പൊ ദൈവരാജ്യത്തിന് മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ദൈവസമൂഹം ഇത് പഠിപ്പിക്കാൻ മതി. ഈ ജ്ഞാനം പറഞ്ഞിരിക്കുക വേദസം മുഴുവൻ എടുത്ത് നോക്കണ്ട, ജ്ഞാനം എന്താണെന്ന് നോക്കണ്ട. ഒരൊറ്റ ഭാഗം എടുത്ത് പഠിപ്പിച്ചാൽ മതി. ക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അത് ജ്ഞാനമാണ്. അവൻ ജനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ ആത്മാവിൽ നീതിയിരിക്കുന്നവൻ മരിച്ചവൻ. അവൻ നീതിയിരിക്കുന്ന ദൈവം പിതാവാദിയുടെ നീതിയിൽ അവന് കുറ്റമില്ലായിരുന്നു. അവൻ നീതിയിരിക്കപ്പെട്ടു. അവൻ എന്ത് ചെയ്തു? ദൂതന്മാർക്ക് പ്രത്യക്ഷ എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന് ദൂതറിയിക്കുന്ന ദൈവം സാക്ഷികളാക്കി വെച്ചിരുന്നവർക്ക് ദൈവം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ദൂതന്മാർക്ക് പ്രത്യക്ഷമായത് പറയുന്നത്. ഈ പ്രത്യക്ഷപ്പെട്ട ഒരു കൈമാറിയ ചരിത്രമാണ് പുതിയ. അവര് വെറുതെ കഥകളല്ല. അതുപോലെ ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. നിങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ് എന്ന് പറഞ്ഞാൽ യേശു ഉയർത്തപ്പെട്ടത് അവനോടുകൂടി തിന്നു കിടിച്ച് അവർക്ക് മനസ്സായില്ലെന്ന്
ഇങ്ങനെ യേശു മരിക്കുമെന്നോ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്നോ ഇങ്ങനെ പ്രത്യക്ഷമാകുമെന്നോ അവർക്കിത് അറിയത്തില്ലായിരുന്നു, മർമ്മമായിരുന്നു, അറിയത്തില്ലായിരുന്നു. യേശു പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ മരിക്കും, മൂന്നാമത് ഉയർത്തെഴുന്നേൽക്കും എന്ന് ദൈവത്തിന് മനസ്സിലായത്. ദൈവത്തിന് മർമ്മമാ. ലോകസ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു അന്ന് വെളിപ്പെടുത്തി കൊടുത്തില്ല ആർക്കും, ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. യുവക്കും അത് കേട്ടോടാ, പക്ഷെ അവർ മനസ്സിലായില്ല. ഞാൻ പോയി പറഞ്ഞു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും പറഞ്ഞിട്ടുണ്ടോ, ചതിയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കട്ടുകൊണ്ട് പോയാൽ അവൻ അത് വലിയ ചതിയായിട്ട് അവര് കല്ലറ ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇവര് പോയി അറിയിച്ചു കൊടുത്തു, ഇവരെ പ്രസംഗിക്കാറുണ്ട്, പറയാറുണ്ട് ഇവനെ കൊല്ലും, പക്ഷെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നില്ല. പക്ഷേ ഇവന് ശിഷ്യന്മാർ പോയി കട്ടുകൊണ്ട് പോയി ഈ ചതി വല്ലാത്ത ചതിയാക്കി, അതുകൊണ്ട് കല്ലറ ഉറപ്പിക്കുന്നത് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി കല്ലറ ഉറപ്പിച്ചാണോ? കല്ലറ ഉറപ്പിച്ചു. പക്ഷേ ഇവർ കല്ലറ ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ തിരുവഴുത്തിൻ പ്രകാരം ജനിച്ച് ദൈവത്തിന്റെ തിരുവഴുത്തിൻ പ്രകാരം മരിച്ച് ദൈവത്തിന്റെ തിരുവഴുത്തിൻ പ്രകാരം ലോകസ്ഥാപനത്തിന് മുമ്പ് നടന്നിരുന്ന മർമ്മപ്രകാരം യേശു മനത്തെ ജയിച്ച് ഉയർത്തിരുന്നേറ്റു. അവനോടുകൂടെ തിന്നുകുടിച്ച് നടന്ന ഒരാൾക്ക് അവനെന്ത് ചെയ്തു? അവൻ പ്രത്യക്ഷപ്പെട്ടു. അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് എല്ലാവർക്കുമല്ല, സകല ലോകത്തിനുമല്ല, എല്ലാവർക്കുമല്ല യേശു പ്രത്യക്ഷപ്പെട്ടത്. ആർക്കാ പ്രത്യക്ഷപ്പെട്ടത്? എപ്പോഴാ പ്രത്യക്ഷം? ലോകത്തിൽ അവൻ നടത്തി വന്നപ്പോൾ എല്ലാവർക്കും അന്നോടെ എല്ലാവർക്കും കാണാമായിരുന്നു. എന്നാൽ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തിന് ശേഷമായി അവനെ കാണുവാൻ ഭാഗ്യം ലഭിച്ച കണ്ണുകൾ തുറക്കപ്പെട്ട് സാധാരണ മുഖ്യന്മാരായിരുന്ന, ഒന്നുമില്ലാത്തതായിരുന്ന, ഒരു ജ്ഞാനവും പാണ്ഡിത്യമില്ലായിരുന്ന സാധാരണക്കാരുടെ കണ്ണുകൾ തുറന്നു, അവരുടെ ബുദ്ധിയെ തുറന്നു. അവർക്ക് യേശുവിനെ പുനരുത്ഥാനം ചെയ്ത യേശു എന്ന രക്ഷകനെ, ദൈവരാജ്യത്തിന് മർമ്മമായിരിക്കുന്ന, ദൈവജ്ഞാനത്തിന് മർമ്മമായിരിക്കുന്ന ക്രിസ്തുവിനെ കാണുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവജ്ഞാനം. എന്താ ദൈവജ്ഞാനം എന്നുള്ളത്? അവൻ ലോകത്തിൽ വന്നത് സാക്ഷാൽ ദൈവമായ മനുഷ്യനായ ലോകത്തിൽ വന്ന് ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി മരിക്കുമെന്നോ പ്രയത്നിക്കുമെന്നോ ദുഃഖിക്കുമെന്നോ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ യാഥാർത്ഥ്യമായിരിക്കുന്ന കാര്യത്തെ പരിശുദ്ധമാവും വെളിപ്പെടുത്തിയപ്പോൾ പൗലോസിന് കാഴ്ചപ്പാട് കിട്ടിയപ്പോൾ പറഞ്ഞില്ല, ദൈവരാജ്യം ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന മറവില ഞങ്ങളുടെ രാജ്യമായിരിക്കുന്ന ദൈവരാജ്യം, വർത്തമാന ദൈവരാജ്യം, ദൈവശക്തി ദൈവരാജ്യത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ദൈവഭക്തിയുടെ മർമ്മമാണെന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് ദൈവഭക്തി. ഉയരത്തിലോ ഇവിടെ യഹോഭക്തി ജ്ഞാനത്തിനാണ്, ഇവിടെ ദൈവഭക്തി എന്ന് പറയുമ്പോൾ ജ്ഞാനമായി. ജ്ഞാനവും ദൈവഭക്തിയുടെ ചേർത്ത് പഠിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ, മർമ്മം എന്താണെന്നുള്ളത്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ എത്ര പ്രാവശ്യമായി ചിലത് മനസ്സിലാകത്തില്ല. പക്ഷേ ജ്ഞാനത്തെ, ദൈവജ്ഞാനത്തെ ഈ വിഷയമായിട്ട് ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം സദൃശവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സംഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട് യഹോഭക്തി ജ്ഞാനത്തെ ആരംഭമാണെന്ന്. പക്ഷേ എന്താണ് യഹോഭക്തി എന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലായാലും എന്താ യഹോഭക്തി എന്നുള്ളത്? എന്താണ്? യേശു ജനത്തിൽ പ്രത്യക്ഷപ്പെട്ടു, അവൻ ആത്മാവിൽ നീതിയിരിക്കപ്പെട്ടു, അവൻ മൂഢന്മാർക്ക് പ്രത്യക്ഷനായി. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ്, തുറന്നു പറഞ്ഞിരിക്കുന്നത്, അവൻ എന്ത് ചെയ്തു? ലോകത്തിൽ ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു. പറയുകയാണ്, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു. പൗലോസ് ലേഖനം എഴുതുമ്പോൾ ദൈവരാജ്യത്തിന്റെ മർമ്മം അവൻ വിശകലനം ചെയ്തിട്ട് പറയുക, ഈ മർമ്മം വലുതാണ്, ദൈവരാജ്യത്തിന്റെ മർമ്മം വലുതാണ്. യേശു ക്രിസ്തു ജനത്തിൽ വന്നു, അവൻ സാക്ഷാൽ ദൈവമാണ് ജനത്തിൽ വന്നു, അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ട് മരിച്ചു, അവൻ അടക്കപ്പെട്ടു, നീതിയുള്ളവരെ പിടിച്ചവരെ നീതീകരിക്കപ്പെട്ട് എഴുന്നേറ്റു. അതുപോലെ തന്നെ പറയുകയാണ്, ദൂതന്മാർക്ക് പ്രത്യക്ഷം ഞങ്ങളെ പോലുള്ള ഈ പത്രോസ് പറയാണ്, അകാല പ്രതിഭായ പോലെയുള്ള എനിക്ക് വേണ്ടിയിരുന്നു അവൻ പ്രത്യക്ഷപ്പെട്ടെന്നുള്ളത്. സ്തോത്രം. പോലെ പ്രത്യക്ഷപ്പെട്ടു. ഇത് രാത്രി ആഗ്രഹിച്ചു ദൈവത്തിന്റെ പ്രത്യക്ഷത കാണാൻ സാധിക്കും. ദൈവത്തെ നമുക്ക് കാണണമെന്ന് ആഗ്രഹം കൊണ്ട് കാണാൻ സാധിക്കുന്നത് ആത്മവിശ്വാസം വന്നാൽ പേരോടുകൊണ്ടായിരിക്കും യേശുവിനെ കാണുവാൻ കർത്താവേ അങ്ങേ കാണുവാൻ വാഗ്ദത്തത്തിന് കർത്താവ് പറയും, നീ ഇവിടെ കാണുക മാത്രമല്ല 2000 വർഷത്തിൽ കൂടുതൽ കർത്താവ് പറയും, ഞാൻ വേഗത്തിൽ വരാൻ പോകുക മുഖാമുഖമായവനെ കാണുവാൻ അവനോട് കൂടി ചേരുവാനുള്ള ഭാഗ്യമാണ്. ദൈവം ആർക്കൊക്കെ ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ യേശുവിനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, മനുഷ്യനെ യേശുവിനെ അഭിമുഖമായി കാണുവാൻ താല്പര്യമുള്ള അവന്റെ ആത്മമനോട്ടി പറയും, ഞങ്ങൾക്കൊരുവരെ കാണുവാൻ കൊതിയാകുന്നത്, യേശുവിനെ കാണുവാൻ കൊതിയാകുന്നത്, എനിക്ക് വേണ്ടി ജീവൻ തന്ന ലോകത്തിൽ മറന്നിരുന്ന മർമ്മമായിരിക്കുന്ന ദൈവപരിചാരമായിരിക്കുന്ന ജ്ഞാനമായിരിക്കുന്ന ക്രിസ്തുവിനെ എനിക്ക് കാണുവാൻ കൊതിയാകുന്നതെന്ന് ഭക്തന്മാർ പാടുവാനിടയാക്കുന്നു. അവർ ആഗ്രഹമായിരുന്നു യേശുവിനെ ഞങ്ങൾക്ക് കാണണമെന്നാണ്. ഇന്ന് രാത്രി നമുക്ക് പറയാം, ഞങ്ങളുടെ ആഗ്രഹവും എന്റെ യേശുവിനെ കാണണമെന്നാണ്. അവൻ വരുമ്പോ, അവൻ തേജസ്വരൂപിയായി വരുമ്പോ അവരോടുകൂടെ തേജസ് പ്രാപിച്ചവരായി ഞാൻ നിങ്ങൾ എടുക്കപ്പെട്ടവരെ മുഖാമുഖം കാണുവാൻ, അവരോടുകൂടെ ചേരുവാൻ വേണ്ടിയുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. അന്നത്തെ ലോകത്തുണ്ടായ ദൈവത്തെ ശിഷ്യന്മാർക്ക് അവർക്ക് യേശുവിനെ ജനത്തിൽ കാണുവാൻ ഇടയായിട്ടുള്ളൂ. അവൻ ആത്മാവിൽ നീതിയിരിക്കുന്ന ശേഷം യേശുവിനെ കാണാനെത്തുന്നത് മാത്രമല്ല, അവർക്ക് വേണ്ടി ദൈവം പല പ്രാവശ്യം അവൻ പ്രത്യക്ഷമായി
ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം സംബന്ധിച്ച വിഷയം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാകുന്ന മർമ്മത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിയതിനകത്ത് ഇന്നും ജീവിക്കുന്നവരാണെന്ന് യേശു വെളിപ്പെടുത്തി കൊടുത്തു. അത് സത്യമാണ്. അവർ സുവിശേഷങ്ങളിൽ ഘോഷിക്കപ്പെട്ടിരിക്കുന്നത്, ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം ക്രിസ്തു സംബന്ധമായ വിഷയമായതുകൊണ്ട് നമുക്കിതിനകത്ത് പറയാം, ജ്ഞാനം ഞങ്ങൾക്കും വലുതാണ്, വലുതാണ്. ലോകത്തിനറിയാത്ത ജ്ഞാനമാണ്. ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു അവൻ ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതിയുടെയും പ്രസംഗിക്കപ്പെട്ടു. മറ്റുള്ള പ്രമാണങ്ങളൊക്കെ, ന്യായപ്രമാണമൊക്കെ അതിൽ വെച്ച് ഇസ്രായേലിൽ വെളിപ്പെടുത്താൻ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്നെ ആണാട് പോയി ആടുകടയിലേക്കല്ലാതെ വിട്ടിട്ടില്ല. എന്നാൽ കർത്താവ് ഉയർത്തിയതിന് ശേഷമായി വർത്തമാനകാലത്തിലെ ദൈവരാജ്യം സ്ഥാപിച്ചപ്പോൾ സഭയുള്ളവർക്ക് പറഞ്ഞു, നിങ്ങൾ പോയി സകല ജാതികളോടും സുവിശേഷം അറിയിച്ച് നിങ്ങളെ ശിക്ഷരാക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ശിക്ഷരാക്കുക. ജാതികളെ പ്രസംഗിക്കപ്പെടുന്നത് മറ്റൊന്നുമല്ല. ജാതികളെ പ്രസംഗിക്കപ്പെട്ടു. പൗലോസ് പ്രസംഗിക്കുമ്പോൾ ഇവർ പറഞ്ഞു, എന്താണ് ഇത് നവീന ഉപദേശം? അവർ ദേശിൽ പോയി അതേ പ്രസംഗിക്കൽ പറയുക. അവര് ജ്ഞാനം അന്വേഷിക്കുന്ന ജ്ഞാനികളാ. അവർ നോക്കുന്ന പുതിയ പുതിയ ജ്ഞാനമുണ്ടോന്ന കുഞ്ഞിൽ നിന്ന് ഒരു പ്രസംഗം പറയാ, ഇവൻ ഏതോ ഒരു നൂതന ദേവനെ പ്രസിദ്ധപ്പെടുത്തുക. മരണപുനരുത്ഥാനം എന്നുള്ള വിഷയം പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് കണ്ണുകൾ തുറക്കത്തവണ്ണം ദൈവമായ കർത്താവിന്റെ കണ്ണുകളെ തുറന്നു വന്നിട്ട് പ്രസംഗത്തിലൂടെ അനേകരുടെ കണ്ണുകൾ തുറക്കപ്പെടുവർക്ക് യാതൊകളിൽ പ്രസംഗിക്കപ്പെട്ടു. ദൈവം പൗലോസിനെ പിടിച്ചിറക്കി യാതൊകളിൽ അവനെ സുവിശേഷനായിട്ട് അയച്ചു കഴിയാൻ സാധിക്കുന്നത്. അവൻ ഓടി നടന്ന് സുവിശേഷം പറയിച്ചു ജാതികളുടെയിൽ. അത് പരക്കോടെ ലേഖനത്തിൽ പറയുന്നത് ജാതികളുടെയിൽ അത് പ്രസംഗിക്കപ്പെടുക മാത്രമല്ല, അത് പറയുന്നത് അവൻ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ഈ പ്രസംഗിക്കുന്ന വചനം അത് വിശ്വസിക്കപ്പെട്ടു. ഒരുപക്ഷെ പരസ്യം നടത്തുമ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, കർത്താവ് ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന്. അല്ലേ, വഴി പോയി പറയെ പ്രസംഗിക്കുക. യേശു 2000 വർഷം മരിച്ചു അടക്കപ്പെടുകയും അവൻ വീണ്ടും വരുന്നൊക്കെ പറഞ്ഞാൽ മോക്ഷമാണ്, സാധനം മനസ്സിലാകുന്നില്ല. പക്ഷേ കർത്താവ് നീ പ്രസംഗിച്ചാൽ മതി, അവൻ വിശ്വസിച്ചുകൊണ്ട് വന്നു. നീ അതിന്റെ ആഴവും വരപ്പൊന്നും നോക്കണ്ട. നീ രക്ഷിക്കപ്പെട്ടു അങ്ങനെയല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടു അങ്ങനെയാ അല്ലേ? പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ ആഴവും വരപ്പൊന്നും മനസ്സിലായില്ല. പക്ഷെ കൃപയായി രാത്രി പറയണം, നമ്മൾ പ്രസംഗിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച് പ്രസംഗിക്കാൻ തോന്നുന്നില്ല. പറ്റുമോ? നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. എവിടെ എല്ലാവരും പറയുക യേശുവാണ് ദൈവം, യേശുവാണ് ദൈവം. അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ പ്രസംഗം പ്രത്യേകിച്ച് കർത്താവ് പറഞ്ഞു, നീ ലോകത്തിൽ പ്രസംഗിച്ചാൽ മതി, അത് വിശ്വസിക്കപ്പെടും. അതിന്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കും. രാത്രി വിശ്വാസമുണ്ട്. സുവിശേഷം പറയുമ്പോൾ ഒരിക്കലും അടച്ചും പഠിച്ചു നോക്കിയായിരിക്കും വീടിന്റെ കഥ കൂട്ടുന്നല്ലേ. പലപ്പോഴും പറയാൻ പഠിച്ചുകൊണ്ടായിരിക്കാം. എന്നാൽ ദൈവപ്രേരണ ഉണ്ടെങ്കിൽ പൊയ്ക്കോണം. ദൈവവചനത്തിന്റെ പ്രേരണ ഉണ്ടെങ്കിൽ ഏത് ജാതി സുവിശേഷം പറഞ്ഞു കൊള്ളണം. ദൈവം പറഞ്ഞത് പ്രസംഗിക്കാൻ മതി. അത് ജാതികൾ അത് പ്രസംഗിക്കപ്പെടണം. ലോകത്തിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രസംഗമുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ പ്രസംഗം വേറൊരു രാജ്യത്ത് പ്രസംഗിച്ചാൽ അവരാരും രക്ഷിക്കപ്പെടും. അവരാരും ആ രാജ്യത്ത് ചേരത്തിൽ. അമേരിക്കൻ പ്രസിഡന്റ് പ്രസംഗിച്ചാൽ ഇവിടെയുള്ളവർ അമേരിക്കക്കാരാകും. ഇവിടുത്തെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പ്രസംഗിച്ച് അവിടെയുള്ളവര് ഇന്ത്യക്കാരാകും. ആകത്തില്ല. എന്നാൽ ഒരൊറ്റ പ്രസംഗമുണ്ട്, ഇതിന്റെ രാഷ്ട്രം മാറ്റുന്ന, ഇതിന്റെ സ്വഭാവത്തെ മാറ്റുന്ന, രൂപത്തെ മാറ്റുന്ന, ഇതിന്റെ ഭാവിയെ മാറ്റുന്ന അത് സുവിശേഷമാണ്. മറ്റുള്ള പ്രസംഗങ്ങൾക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇമോഷനായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒരുപക്ഷെ ഭൗതികമായിട്ടുള്ള മേഖലകളിൽ മാറ്റം തന്നിരിക്കാം. കുട്ടികൾക്ക് പുതിയ അറിവുകൾ നേടാൻ സാധിക്കുമായിരിക്കും. ഒരു ജോലിയെ കുറിച്ചും പുതിയ ഭാവിയെ കുറിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ദൈവത്തിന് വിളിച്ചു പറയട്ടെ, അതെ, ഈ വചനം കേട്ടു കഴിഞ്ഞാൽ, പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇത് രൂപാന്തരം വരുത്തുന്ന, പ്രസംഗിക്കുന്നവരെ രൂപാന്തരം വരുത്തും, കേൾക്കുന്നവരെ രൂപാന്തരം വരുത്തുമെന്ന് ന്യായങ്ങളിൽ പറയും. യേശു വരാറായെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കെട്ടി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഞാൻ പ്രസംഗിക്കുക യേശു വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ ഒരു പരിവർത്തനം ഉണ്ടാകും. യേശു വരും എന്ന് ഞാൻ പ്രസംഗിച്ചതാണ്. യേശു വരും, എപ്പോൾ വേണമെങ്കിൽ വരും. അവന്റെ കാകളം ധരിക്കുമെന്ന് ഞാൻ പ്രസംഗിച്ചതാ. ലോകത്തോട് പറയുന്ന യേശു വരും, ഈ ലോകത്തെ ദൈവം മാറ്റാൻ പോകുക, ഇവിടെ ഇതിന്റെ സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുകയാണെന്ന് നാം പ്രസംഗിക്കുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും അടച്ച് പഠിച്ചു നോക്കിയാൽ എനിക്കറിയാം. പലപ്പോഴും സുവിശേഷം പറയാൻ പോകും, പല വീടുകളിൽ പോകും, കൂട്ടാതെ നമ്മൾ അഞ്ചു കൊല്ലം നമ്മൾ പെട്ടെന്ന് സുവിശേഷം പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഉള്ളിൽ ഒരു മടുപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ഏൽക്കുമോ, കാരണം അവരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് പെട്ടെന്ന് വരുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. പക്ഷേ രാത്രിയിൽ ദൈവം പറയുക, നീ പ്രസംഗിച്ചാൽ മതി, ആത്മാവിനാൽ പറയുന്ന സന്ദേശം എന്റെ ജാതികളെ വിടിയിക്കുവാനും ദൈവം നിന്നെ സുവിശേഷനാക്കി മാറ്റും. അനേകരുടെ പ്രസംഗിക്കുവാൻ, ദൈവരാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കുവാൻ, ഓർഷിക്കുവാൻ വേണ്ടി ദൈവം ശക്തമായി ഒരുക്കുന്ന കരകൾക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ പ്രസംഗിച്ചാൽ രക്ഷിക്കപ്പെടുമോ, ഞാൻ നൂലറിയിച്ചാൽ മാറ്റം വരുമോ, ഞാൻ സാക്ഷി കൊടുക്കുവാൻ മാറ്റം വരുമോ എന്ന് ചിന്തിക്കുന്ന ജീവിതത്തോട് രാത്രി പറയുക, ഞാനും നിങ്ങൾ പ്രവർത്തിക്കാൻ മതി. എന്നാൽ വിശ്വസിക്കപ്പെടുക ചില കുടുംബങ്ങളിലെ അറുത്തു മാറ്റുന്നതുപോലെ ദൈവങ്ങളെ അറുത്തു മാറ്റിയെടുക്കുക, ദൈവത്തിന്റെ സന്ദേശമായിരിക്കുന്ന സുവിശേഷമായി പുറപ്പെടുക. ദൈവാത്മാവായി അറുത്തി പഠിച്ചു പഠിക്കുന്ന ജീവിതത്തോട് രാത്രി പറയുക, ദേശത്തോട് വിളിച്ചു പറയണം, ഉറക്കെ വിളിച്ചു പറയണം. കാറ്റിലൂടെ, പുസ്തകങ്ങളിലൂടെയും പ്രവർത്തനങ്ങളുടെയും എല്ലാ മാധ്യമങ്ങളിലൂടെയും ഈ വചനം പ്രസംഗിക്കപ്പെടണം. ദൈവാത്മാവ് പറയുന്നു, അത് ആഫ്രിക്കയിലും അമേരിക്കയിലും യുഎഇയിലും എല്ലാ രാജ്യങ്ങളും ഒരുപക്ഷെ ഞാനും വിശ്വസിക്കുന്ന ഒരുപക്ഷെ മാറ്റം വരികയെന്ന് പറയുന്ന അനേക രാജ്യങ്ങളിൽ ദൈവാത്മാവും മാറ്റം വരുത്തും. ഒരു കൂട്ടം പിന്മാറിയ മറുഭാഗത്ത് ദൈവം സഭയെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പന്മാരായി നിൽക്കുന്ന അനേക ജാതികളെ ഉയർത്തുവാൻ പോകുക, അവരെ കുടിച്ചു ചാടുമാറാക്കാൻ പോകുക. ബന്ധിക്കപ്പെട്ടിരുന്ന ജീവനങ്ങളെ കുടിച്ചു ചാടുമാറാക്കുന്നതാണ് ദൈവസാധനത്തിന്റെ ശക്തി. അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും നിരാശയുടെയും ശാപത്തിന്റെയും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ ഗോതമ്പനെ പോലുള്ള അനേക രാജ്യങ്ങളിൽ അവർ ഇത് മാത്രമായിരുന്നു സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി ദൈവത്തിൽ എത്തിക്കുന്നപ്പോ അവരെ അനേകർ കുടിച്ചു ചാടുമാറാക്കി ആത്മാവിനെ ആരാധിക്കുന്ന ദൈവിക സഭകൾ രൂപമെന്നുണ്ടെങ്കിൽ രാത്രി വിളിച്ചു പറയാം, മുമ്പന്മാർ പിമ്പന്മാരാകുമെന്നാൽ പിമ്പന്മാരെ ദൈവമെന്ന് മുമ്പന്മാരാക്കി ആരാധനയിലേക്ക് നയിക്കുവാനിടയാക്കിയത്. അതുകൊണ്ട് ശക്തിയോടെ സുവിശേഷം ഘോഷിക്കണം. അറിയാവുന്ന രീതിയിൽ പറയുക, അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. ദൈവമാണ് ഇത് വിശ്വസിപ്പിക്കുന്നത്. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ഇതുവരെ ആർക്കും തർക്കുത്തരം പറയാൻ കഴിയാത്ത ലോകത്തിന്റെ താർക്കികനോടെ ചോദിച്ചു, ലോകത്തിന്റെ താർക്കികനോട്, ലോകത്തിന്റെ ജ്ഞാനിയോട്, എല്ലാ താർക്കികന്മാരും എല്ലാ ജ്ഞാനികളും മുട്ടുമടക്കിയ ഒരു ജ്ഞാനമുണ്ടെങ്കിൽ അത് സുവിശേഷമുള്ള ജ്ഞാനമാണ്. ജ്ഞാനത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒന്നുമില്ല. സകല നാമവും മുട്ടുമടക്കം. അതോടെ ഈ ലോകത്തിൽ ജാതികളുടെ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ അത് വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു, ദൈവ തേജസ്സിലെടുക്കപ്പെട്ടു. പറയുകയാണ്, ഇങ്ങനെ പ്രസംഗിക്കപ്പെടുന്ന ക്രിസ്തു അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം. അവൻ പറയുകയാണ്, ഈ പറയാൻ കമ്മീഷൻ ചെയ്ത് അയച്ചതായ യേശു പറഞ്ഞു പോയ കാര്യങ്ങൾ ഏകോപന്മാർ നിരസിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ്യപ്പോഴുള്ളവർ ജാതികളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴൊക്കെ ദൈവം കേൾക്കുവാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയായിരുന്നു. ജാതികളിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അത് വേഗത്തിൽ വ്യാപരിച്ച് ലോകത്തിലെല്ലാവർക്കും കടന്ന് അത് ഫലം കായ്ച്ചു വിടുവാനിടയാക്കുന്നത്. അങ്ങനെ ഫലം കായ്ക്കപ്പെടുന്നതിലാണ് ദൈവകൃപകൾ ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നത് ആരാണോ അത് പുരുഷന്റെ എനിക്കറിയുന്നില്ല. അതാണ് ഞാൻ എനിക്ക് കാര്യം അറിയാം. ലോകത്തിന്റെ സുവിശേഷം വ്യാപരിക്കാൻ വേണ്ടി ദൈവമൊരു വാക്യമൊഴിക്കുമ്പോൾ ഈ വചനമാകുന്ന വിറ്റ് വിതയ്ക്കാൻ വേണ്ടി 30, 60, 100 മീൻ വിളയ്ക്കാൻ വേണ്ടി ഉള്ളിലേറെ വീട് പോകാറും പാറ സ്ഥലത്ത് വീട് പോകാറും നല്ല സ്ഥലത്ത് വീട് കുത്തുകൾ പോലെ ദിവസമായി നിലനിർത്തുവാൻ കോട്ടയം ദേശത്ത് കേരളത്തിൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ അത് ഫലം കായ്ച്ചു വരുന്നുണ്ടെങ്കിൽ ആ ഫലം ഫലമായി ഭൂമിയിലെ കാരണം അവന്റെ പ്രയത്നഫലമാണ്, രാഷ്ട്രീയത്തിന്റെ പ്രയത്നഫലമാണ്, ദൈവമായിരിക്കുന്ന യേശുവിന്റെ പ്രയത്നഫലമാണ് ദൈവഫലം. ഞാനെന്റെ സഭയെ പണി അവർക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് പഠിക്കുന്നുള്ളത്. പാതാള ഗോപുരം ജയിക്കാത്ത ദൈവസഭ പണിയപ്പെട്ടത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്, ജീവൻ കൊണ്ടാണ്. ഈ മർമ്മമാണ് ഏറ്റവും വലുപ്പോൾ മനുഷ്യൻ സൃഷ്ടിച്ചത് ജ്ഞാനമാണ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ജ്ഞാനമാണ്. എന്നാൽ വീണ്ടും ജനമാകുന്ന പുതിയ സൃഷ്ടിച്ചത് അതിലെല്ലാം വലിയ ലോക സൃഷ്ടിക്കുന്നത് മറിഞ്ഞിരുന്ന ജ്ഞാനമാണ്. ഈ 6 ജ്ഞാനങ്ങളാണ് ദൈവിക ജ്ഞാനമായി ദൈവ രാജ്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ 7ാമത്തെ മർമ്മം എന്താണ്? വെളിപ്പെടുത്തി
ഓർമ്മപ്പെടുത്തി ഞാനിന്ന് ഈ രാത്രി സന്ദേശം അവസാനിപ്പിക്കാം. ദൈവരാജ്യത്തിന് മർമ്മങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ ലേഖനമെടുത്ത് വായിച്ചാൽ മതി. ഈ ലേഖനമെടുത്ത് വായിക്കുമ്പോൾ 6 കൂട്ടം കാര്യങ്ങൾ മനസ്സിലായി. എന്തൊക്കെയാണ് വേണ്ടി പറയാമോ? യേശു ജനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് അറിയാവുന്ന കടലേക്ക് പറഞ്ഞാൽ യേശു ജനത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് വേണ്ടിയാണ്. അവൻ നീതി വിധിക്കാൻ വേണ്ടിയാ വന്നത്. മനുഷ്യവംശത്തെ നീതി വിധിക്കാൻ വേണ്ടിയാ വന്നത്. അവനെന്ത് ചെയ്തു? അവനോട് തിന്നുപിടിച്ച സഭയുടെ ദൂതന്മാരാകങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുവാനായിരുന്നു. സഭയുടെ ദൂതന്മാർക്കാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്. അത് ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു. ആ സന്ദേശം ജാതികളിൽ പ്രസംഗിക്കപ്പെട്ട സന്ദേശം പ്രസംഗിക്കപ്പെടുന്നതെല്ലാം എന്ത് ചെയ്തു? അവിടെ സഭകളുണ്ടായി. അവിടെ അത് വിശ്വസിക്കപ്പെടുവാനിടയായിരുന്നു. വിശ്വസിക്കുന്ന കൂട്ടം ദൈവസഭയെ തീർമാനമായിട്ടുള്ളത്. വിശ്വസിക്കുന്നവരെ എല്ലാം ജനം കൂടിയുള്ളൂ. വിശ്വസിക്കുന്നവരെ ദൈവസഭയോട് ദിനം പ്രതി ചേർത്ത് വരും. പക്ഷെ കോട്ടക്കാരെ രക്ഷിക്കപ്പെട്ട് കാണുന്നില്ല. പക്ഷെ ഈ വചനം ഇത് വെറുതെ എഴുതിയതല്ല. ഇന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വ്യക്തിയെങ്കിലും ദൈവസഭയോട് ചേർന്നിട്ടുണ്ട്. സ്തോത്രം. അന്ന് മുതൽ തുടങ്ങിയ 2000 വർഷമായി തുടങ്ങിയ പ്രവൃത്തി ഇന്നും അത് അനുസരിക്കുക. ഇടയ്ക്ക് നിന്ന് നമ്മൾ സോളാർ വെച്ചു, മഴയാകുമ്പോൾ കിട്ടത്തില്ല. അതുപോലെ ദൈവരാജ്യത്തിന്റെ വചനമൊന്നും മറന്നു പോകത്തില്ല. ലോകത്തിൽ എവിടെയെങ്കിലും ഇന്ന് നമുക്കറിയാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവസഭയോട് ചേർത്തതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ലായിരിക്കാം. എന്നാൽ സ്വർഗം കാണുന്നുണ്ട്, സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിന് സന്തോഷമുണ്ടാകും. സ്വർഗത്തിന് മാനവ വരുത്തുവാൻ ഇടയാകത്തില്ല. അവിടെ എപ്പോഴും സന്തോഷമുണ്ട്, നിത്യ സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്റെ പുത്രൻ മുഖാന്തരമായി സ്വർഗത്തിന് സന്തോഷമുണ്ടായി. അതുവരെ സ്വർഗത്തിന് മ്ലാനതയുണ്ടാകും. സ്വർഗത്തിൽ മനുഷ്യനെ ചോർത്തുമ്പോൾ ഭാരമുണ്ടായി. പക്ഷേ അവിടെ ദുഃഖമല്ല ഉണ്ടായിരുന്നത്. അതിന് വീണ്ടെടുക്കുവാനുള്ള ദൈവമർമ്മം നേരത്തെ കരുതി വെച്ചിരുന്ന സമയത്ത് തന്റെ പുത്രനെ അയച്ചു. അത് മുഖാന്തരമായി ഈ പറയുന്ന ജ്ഞാനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ അവൻ തേജസ്സിൽ എടുക്കപ്പെട്ടു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. എവിടെയായിരിക്കും യേശു? എവിടെയായിരിക്കും പിതാവിന്റെ വലത്ത് ഭാഗം? ദൈവശക്തിയുടെ വലത്ത് ഭാഗത്തിരിക്കും. ദൈവശക്തി വലത്ത് ഭാഗത്ത് പിതാവാം പുത്രന്റെ വലത്ത് ഭാഗം, പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് കഴിക്കുന്നു. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷമായി യേശു തേജസ്സിൽ എടുക്കപ്പെട്ട് അവര് കണ്ടു. സ്വർഗാരോഹണം യേശുവിനെ കണ്ടു. ഒരു മേഘം മൂടുവാനിടയായിട്ട് വന്നു. അവൻ തേജസ്സിലെടുക്കപ്പെട്ടു. അവൻ നോക്കി നിൽക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എല്ലാ പുരുഷന്മാരെ നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണത്തിലെ യേശു പോയതുപോലെ മടങ്ങി വരും. സഭയെ കേൾക്കാനല്ല സ്തോത്രം. യേശു പോയതുപോലെ മടങ്ങി വരുന്നത് സഭയെ കേൾക്കാൻ വേണ്ടിയല്ല വരുന്നത്. ചില വിചാരിക്കുന്നത് അത് അറിയാമെന്ന് പാട്ടുകാരൊക്കെ പാടുന്നതാണ്. യേശു പോയതുപോലെ മടങ്ങി വരുന്നത് സഭയെ കേൾക്കാൻ വേണ്ടിയാണോ? അല്ല. യേശു പോയതുപോലെ മടങ്ങി വരുന്നത് രണ്ടാമത്തെ വരവില്ല. അവൻ എവിടുന്നാ പോയത്? ഒരുമലയിലാ പോയത്. അവൻ പോയതുപോലെ വീണ്ടും വരുന്ന എവിടെയാ? അവൻ ഒരുമലയിൽ പ്രത്യക്ഷം. അതുകൊണ്ട് പാടുമ്പോഴും പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാത്തിനും ആമയും പറയും. വചനസത്യമാണെങ്കിലേ പാടാവൂ. അവൻ പോയതുപോലെ വീണ്ടും വരുന്നത് ഞാൻ ആ സമയത്ത് പോകാൻ വേണ്ടിയുള്ളതല്ല. അവൻ പോയതുപോലെ വീണ്ടും വരുമ്പോൾ ഒരുമലയിലാ വരുന്നത്. എവിടുന്നാ പോയത്? ഒരുമലയല്ല പോയത്. എന്നാൽ യേശു സമയെടുക്കാൻ വരുന്നത് ഒരുമലയല്ല വരുന്നത്, മധ്യാകാശത്തിൽ പ്രത്യക്ഷനാണ്. യേശു മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകുന്ന രഹസ്യ വരവെങ്കിലാണ് ദൈവത്തോട് എടുക്കപ്പെടുന്നത്. സ്തോത്രം. അല്ലാതെ പോയതുപോലെ വരുമ്പോഴല്ല. പാടുന്നുണ്ടെങ്കിൽ പാടിക്കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പാട്ടുകാരനെതിരെ ഞാൻ പറയുന്നൊന്നുമില്ല. ആര് പാടിയാലും കുഴപ്പമില്ല. പക്ഷേ മർമ്മം മനസ്സിലാക്കി തരിക. അവൻ പോയതുപോലെ ഒരുമലല്ല പോയത്, ഒരുമലയിലേക്ക് മടങ്ങി വരുന്നത് അവനോട് കൂടെ നമ്മൾ വരാൻ വേണ്ടിയില്ല, സഭ എടുക്കപ്പെടാനല്ല വരുന്നത്. ആണോ? ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഞാൻ കണ്ടിക്കാം. അവൻ പോയതുപോലെ മടങ്ങി വരുന്നത് പോലെ കാത്തിരിക്കരുത്. അവൻ പോയതുപോലെ മടങ്ങി വരുന്നത് രണ്ടാമത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട. അവൻ വരുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? മടങ്ങി വരുമെന്ന്. മടങ്ങി വരുന്നത് ഒരുമലയിൽ ഞാൻ ഒരുമല കണ്ടിട്ടില്ല. ഞാൻ ഇസ്രായേലിൽ പോയിട്ടില്ല. പക്ഷെ എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്റെ കർത്താവിന് താഴച്ചു പൊട്ടുമ്പോൾ ഞാനും അവനോട് കൂടെ കാണുമെന്ന് ഭാഗ്യമുള്ള പ്രത്യാശയോടെ തലവേദി സ്തോത്രം ചെയ്താണ്. അവനോടുകൂടി ഞാനും മടങ്ങി വരും. അവനോടുകൂടി ഞാനും മടങ്ങി വരും. ഇവിടെ കൊണ്ട് തീർന്നു പോകത്തില്ല. അവനോടുകൂടെ നാമും മടങ്ങി വരും. അതേ ഭൂമിയിൽ നാം എന്തെയും മടങ്ങി വരാനുള്ളവരാ, തീർന്നു പോകാനുള്ളവരല്ല. മണ്ണിൽ കുഴിച്ചതുപോലെ പറയുന്നത് മടങ്ങി വരും. തേജസ്സിൽ പ്രത്യക്ഷനാകുന്ന ക്രിസ്തുവിലൂടെ അവൻ വെളിപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. നീ ഒരുമലയുടെ മുകളിൽ നീ കണ്ടിട്ടില്ല, ചവിട്ടിട്ടില്ല. ഒരു പക്ഷേ ചവിട്ടാൻ നമുക്ക് സാധിച്ചിട്ടില്ല, ഭൂമിയും വേണ്ട. പക്ഷേ ഞാൻ ആത്മാവ് വിളിച്ചു പറയുക, യേശു വരുമ്പോൾ അവൻ പാദത്തിക്കുമ്പോൾ അവനോടുകൂടെ വീഴുന്ന വിശുദ്ധന്മാരും ആ ഒരുമലയുടെ മുകളിൽ കാൽപാദം വയ്ക്കുവാനിടയായിട്ടും അവരവനെ ഒരുമല ഒരുങ്ങിക്കഴിഞ്ഞത് പാടുന്നത്. അതേ വിശുദ്ധന്മാർ വരുവാൻ സമയമായി കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന വിശുദ്ധന്മാർ
ആരെല്ലാം അവരോടുകൂടി വരും എന്നുള്ളതാണ് അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുന്നത്. അവനോടുകൂടി ആരെല്ലാം ഒരു വരയിൽ മടങ്ങി വരുന്നതിനെ കുറിച്ച് ദൈവം നമ്മൾ നാളെ ചിന്തിക്കുന്നതായിരിക്കും. ഈ രണ്ടാമത്തെ ഭാഗം ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഈ രണ്ടാമത്തെ ഭാഗത്തിന്റെ പ്രത്യേകത അത് ഈ ജ്ഞാനം, അത് സ്വർഗീയം മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ളതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗമാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവസഭയുടെ കാര്യങ്ങളാണ് മർമ്മമായിരിക്കുന്നത്. ഈ 6 കാര്യങ്ങൾ പറഞ്ഞിട്ട് 7ാമത്തെ കാര്യമായിരിക്കുന്ന ഒരു മർമ്മം കൂടി പറഞ്ഞു. അത് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനോട് ഒരുമിച്ച് പറയുമ്പോൾ ദൈവസഭയുടെ മർമ്മങ്ങളാകുമെന്നും മനസ്സിലാകും. അത് എഫെസ്യർ ലേഖനം 5-ാം അധ്യായം 31-32 വാക്യങ്ങൾ. 6 മർമ്മങ്ങൾ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലാണ്. അത് സുവിശേഷത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. അതിനകത്ത് രക്ഷിക്കപ്പെടാം, അതിനകത്ത് 60 പേരിലേക്ക് വരാം. എന്നാൽ ഇപ്പോൾ വായിക്കുന്ന കാര്യമാണ് 7ാമത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന മർമ്മം. അത് എല്ലാവർക്കുമുള്ള മർമ്മമാണ്. അതിലേക്ക് നാം 7ാമത്തെ മർമ്മം എന്താണെന്നുള്ളത് അത് ഇതിനോട് ചേർത്ത് പഠിക്കുന്നതാണ്. ആ മർമ്മം എഫെസ്യർ ലേഖനം 5-ാം അധ്യായം 31-32 വാക്യങ്ങളാണ്. അതെടുത്ത് വായിക്കാം. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെ സഭയെ കുറിച്ച് എത്രയോ പറയുന്നു. അന്ന് പറഞ്ഞ വചനം സാത്താൻ അഴിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകം കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞ കാര്യം അഴിക്കുകയാണ് സാത്താന്റെ പരിപാടി. അതിന് ആന്റിക്രിസ്തുമാണ്. അതിനാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. അതാ പറഞ്ഞു, ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് മറ്റു ചെയ്ത് അവർ ഇരുവരും ഒരു ദേഹമായിട്ടിരുന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉപേക്ഷിക്കാന്നല്ല, അപ്പനെ ഉപേക്ഷിക്കണമെന്നല്ല എന്റെ അർത്ഥം. ആണോ? അല്ല, അതല്ല എന്റെ അർത്ഥം. അവന്റെ ആ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാക്കി. അതുവരെ അപ്പന്റെ അമ്മയുടെ കീഴ്പ്പെട്ടതാണ് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മകൻ, ഒരു മകൾ. എന്നാൽ വിവാഹത്തോടുകൂടി അവിടെ സംഭവിക്കുന്നത് ഗർഭപാത്രത്തിൽ കാലം തെളിഞ്ഞു കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെയും ഗർഭപാത്രം ഉപേക്ഷിക്കും. അതൊരിക്കലും തള്ളെ ഉപേക്ഷിക്കുകയല്ല, അല്ല. പക്ഷെ അത് സമയമാകുമ്പോൾ വേർപെട്ട് വെളിയിൽ, അത് വേറൊരു ജീവിതമായി വെളിയിൽ വരുന്നതാണ്. അതെയാണ് ആ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞ് വെളിയിൽ വരുന്ന സമയം. അതുവരെയും അമ്മയുടെ ഉദരത്തിലായിരുന്നു. എന്നാൽ അത് ജനിക്കുമ്പോൾ എന്ത് ചെയ്തു? അമ്മയുടെ ഗർഭപാത്രം ഉപേക്ഷിച്ചു, അല്ലേ? അതുവരെ 9 മാസവും ചില ദിവസങ്ങളും അമ്മയുടെ ഉദരത്തിലായിരുന്നു. അതിനുശേഷം പിന്നെ അവിടെ താമസിക്കുന്നതെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും? അത് ഉപേക്ഷിച്ച് വെളിയിൽ വരും. പുതിയ ഒരു സൃഷ്ടിയായിട്ട് നടക്കാനും എടുക്കാനും ഒരു ജീവനായി മാറുവാനിടയിൽ. ഇതുപോലെയാണ് വിവാഹത്തിന് ശേഷമായി അപ്പനെയും അമ്മയും വിട്ടുപിരിക്കുക എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം അവരെ ഉപേക്ഷിക്കുക എന്നല്ല. എന്താ അതിന്റെ അർത്ഥം? അവരിൽ നിന്ന് എന്ത് ചെയ്തു? മാറിയിട്ട് വേറൊരു കുടുംബം കെട്ടിപ്പിടിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന മാർഗമാണ് വിവാഹ ജീവിതം. ഈ അപ്പനും അമ്മയും ഒരു കുടുംബമായി തീർന്നതുപോലെ നീയും എന്തായി തീർണം? ദൈവത്താൽ യോജിക്കപ്പെട്ട ഒരു കുടുംബം എന്ത് ചെയ്യണം? സൃഷ്ടിക്കപ്പെടണം. മക്കൾ വലുതാകുമ്പോൾ അവരതുപോലെയാകണം. അതാണ് ദൈവം. അല്ലാതെ ഈ അപ്പനെ അമ്മയും വിട്ട് വേറെ അവരെ ഉപേക്ഷിച്ച് കാലിൽ ചവിട്ടി വെളിയിൽ ഇട്ട് കളഞ്ഞിട്ട് അവരെ ഉപേക്ഷിച്ചു പോകാനല്ല അർത്ഥം. അവരുടെ കീഴിലുണ്ടായിരിക്കുന്ന ആ അനുസരണത്തിൽ നിന്നുള്ള വളർന്നു വന്ന രീതിയിൽ നിന്ന് ഒരു പ്രത്യേക കുടുംബ യൂണിറ്റായി മാറുന്നതിനെയാണ് വിവാഹം എന്ന് പറയുന്നത്. ഇതാണ് കഥ പറഞ്ഞത്. അപ്പനെ അമ്മയെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് മറ്റും ചേരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെ കുറിച്ച് അത്രേ പറയുന്നത്. ആദത്തിൽ നിന്ന് ഹവ്വയെ ദൈവം വേർതിരിച്ചപ്പോൾ ദൈവവചനത്തിന് മർമ്മമായി നേടായിരുന്നെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് അവരുടെ രക്തത്താൽ ഊറ്റപ്പെട്ട ആ വിലാപ്പുറത്തിന് കുത്തിയൊഴുകപ്പെട്ട ആദമിന്റെ വാരിയെടുത്താണ് ഹവ്വയെ സൃഷ്ടിച്ചതെങ്കിൽ യേശുവിന്റെ മനവാക്യം സൃഷ്ടിക്കാൻ വേണ്ടി അവന്റെ വിലാപ്പുറം തുറക്കുവാൻ അറിയാറ്റുള്ളൂ. അവന്റെ ഹൃദയത്തിൽ ഒഴുകിയ രക്തം കൊണ്ട് സമ്പാദിച്ചിരിക്കുന്ന സഭ അവന്റെ സ്വന്തമാണ്. അവനോട് ചെയ്യുവാനുള്ളവരാണ്. ഇതിനകത്ത് കരങ്ങൾ സ്വർണ്ണം ചെയ്താട്ട് അത് നിങ്ങളെ എവിടുന്നാണോ എടുത്തത് അവിടേക്ക് നാം എന്ത് മടങ്ങിച്ചേരുമെന്നുള്ള മർമ്മമാണ് ദൈവസഭയുടെ മർമ്മം. എവിടുന്നാണോ എന്നെ ഉരുവാക്കുവാൻ വേണ്ടി അവന്റെ ജീവരക്തം ഒഴുകി വന്നത് ആ മാർവിടത്തിലേക്ക് അവനിലേക്ക് ഞാൻ ചേരുമെന്ന് വിശ്വാസമുള്ള കരമേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്യാറ്. അത് ചേരുവാൻ ഭയമായി എന്നെ സൃഷ്ടിച്ചെടുക്കുവാൻ, പുതുതാക്കിയെടുക്കുവാൻ, ആത്മീയനാക്കി മാറ്റുവാൻ, ദേശസമൂഹത്തിനായി തിരുവാൻ അവന്റെ വിലാപ്പുറത്ത് ഒഴുകിയ രക്തമെന്ന് ആദത്തിന്റെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ അവരെ ഒന്നാക്കി ഒരു കുടുംബമാക്കി അത് ദൈവരാജ്യം സ്ഥാപിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നെങ്കിൽ സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും ലോകസ്ഥാപനത്തിൽ മറന്നിരിക്കുന്ന ശ്രേഷ്ഠമേറിയ മർമ്മം വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ആദത്തെയും ഹവ്വയെയും കരളാക്കി അവരെ വേർതിരിച്ചവരെ ഈ പറയുന്ന രീതിയിലൂടെ കടത്തുന്നുണ്ടെങ്കിൽ 2000 വർഷമായി ക്രിസ്തുവിന്റെ
നിലത്തിൽ നിന്ന് അവിടെ രക്തത്തിൽ നിന്ന് പൊട്ടിയാകെ രക്തം കൊണ്ട് നമ്മെ ചേർത്തെടുത്തവന്റെ മാർവോട് ചേരുവാൻ സമയമായി കൈമാറിക്കൊണ്ട് ദൈവസഭയുടെ മർമ്മത്തെ രാത്രി ഞാൻ പൂർത്തീകരിക്കപ്പെടുകയാണ്. ദൈവരാജ്യ മർമ്മങ്ങൾ 6 കാര്യങ്ങളാണ്. അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പുതിയ ആകാശ പുതിയഭൂമിയിലേക്ക് പോകുവാനുള്ള 30 പേടിയാകാം. അതുപോലെ വിശ്വസ മണവാട്ടിയുടെ തോഴിമാരായുള്ള 15 എന്നാൽ അത് ശ്രേഷ്ഠമായിരിക്കും. അവരോട് ചെയ്യുവാൻ അവരുടെ രക്തത്തിന് പൂർണ്ണമായ വില കൊടുത്തുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ മാർഗവും ചേർന്ന് എനിക്ക് അവനോട് ചേരണം, എന്റെ കർത്താവിനോട് ചേരണം, അവനാണ് എന്റെ ആത്മമണവാളൻ, അവനെ ഞാൻ കാത്തിരിക്കുന്ന വ്യത്യാസം ദൈവത്തെ അല്പസമയങ്ങൾക്ക് നടത്തപ്പെടുത്തിയാണ്. എന്റെ കർത്താവിന് സമയമായി ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തിയ കർത്താവ്, അത് ദൈവത്തിന്റെ മർമ്മം വെളിപ്പെടുത്തിയ കർത്താവ് ദൈവസഭയുടെ മർമ്മത്തെ വെളിപ്പെടുത്തുവാനായിരുന്നു. അത് ദൈവസഭയുടെ മർമ്മം അവനോട് ചെയ്യുക എന്നുള്ളതാണ്. ആ മർമ്മം ഒട്ടിരിക്കപ്പെടാൻ പോകുന്നതുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിൽ അവൻ ജലത്തിൽ പ്രത്യക്ഷപ്പെട്ടു, അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, അവൻ അവൻ പ്രസംഗിക്കപ്പെട്ടു, അവൻ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, അവൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, അവൻ തേജസ്സിൽ എടുക്കപ്പെട്ടു, അവനോട് ചേരുന്ന മണവാട്ടി സഭ അവനോട് ചേരും എന്നുള്ളതാണ് ദൈവസഭയുടെ മർമ്മം എന്നുള്ളത്. അതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. രാത്രി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യേണ്ടതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം. ദൈവം ലോക സൃഷ്ടിക്കുന്നുണ്ട്, ദൈവം മനുഷ്യർക്ക് വേണ്ടി മറച്ചു വെക്കുന്ന ദൈവജ്ഞാനത്തിന്റെ മർമ്മമാണ് യേശു ജനത്തിൽ പ്രത്യക്ഷപ്പെട്ടവർ. എന്റെ യേശു വന്നില്ലായിരുന്നെങ്കിൽ ഞാനില്ലായിരുന്നു, എന്റെ യേശു വന്നില്ലായിരുന്നെങ്കിൽ സഭയില്ലായിരുന്നു, യേശു വന്നില്ലായിരുന്നെങ്കിൽ ശക്തിവേറിയ ദൈവരാജ്യമില്ലായിരുന്നു. കരമൻ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. രാത്രി പറഞ്ഞ അവനോട് ചേരുവാൻ അവന് വ്യക്തം എവിടെ ഒഴുകപ്പെട്ടോ അവനോടുള്ള ഒന്നായി ചേരുമെന്നുള്ള ഈ ഭാഗ്യവ്യത്യാസത്തോട് ഈ സൗഖ്യമത്തിനോട് ഈ കലത്തിരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ ഭൂതറിയിച്ചു. നാളെ ആരൊക്കെയാണ് അവരോടുകൂടെ വരുന്ന വിശുദ്ധന്മാരുടെ വിഷയം ദൈവം സംസാരിക്കാൻ സമയത്ത് സംസാരിക്കുവാൻ ശേഷമായി നമുക്ക് ചോദ്യോത്തരവേളകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ന്യായമായ ചോദ്യങ്ങൾ എഴുതുവാനും അത് കൈമാറുവാൻ സമയമുണ്ട്. ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് പൊതുവായിട്ടുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാൻ സമയമുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു സമയമാണ് ചെയ്യുവാൻ സമയമായതുകൊണ്ട് അവരുടെ ക്രിസ്തുവിനെ സഭയെ കുറിച്ച് പറയുന്നത്. ക്രിസ്തുവിനെ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മർമ്മമായിരിക്കുന്ന 7ാമത്തെ മർമ്മം. ഈ മർമ്മം ഏറ്റവും വലിയ മർമ്മം വലിയത് യേശു മാറ്റിയെന്ന അല്ല ആദിയിലെ ലോകസ്ഥാപനത്തിൽ പറഞ്ഞിരുന്ന ദൈവഭക്തിയുടെ മർമ്മമാണ് നിരാശരായിപ്പെട്ടത്. കലകളിലെ ഒരു പാട്ടുകാരി ഞാൻ വിശ്വസിക്കുന്ന സമയം നിങ്ങൾക്ക് സംശയമില്ലെന്നുള്ള കർത്താവിന്റെ വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുന്ന കർത്താവ് വരുമ്പോൾ ചേരുവാനുള്ള ഒരു ആഗ്രഹത്തോടെ ഒരു പാട്ട്